ഓക്കെ, ആസ് യൂഷ്വൽ നമ്മളുടെ കോഡ് ഓഫ് കണ്ടക്റ്റിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ തുടങ്ങുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ 3 ഡേ ഹാക്കത്തോണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു ഹാക്കത്തോൺ ഈ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, നിങ്ങൾ പല ഇതിലും എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ഒരു 3 ദിവസം കൊണ്ട് ഒന്ന് കൃത്യമായിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എല്ലാവരും കേൾക്കാം. ഓക്കെ, സോ നമുക്കൊരു കുറച്ച് റൂൾസ് സെറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു 8:10 വരെ വരുന്നവരെ നമുക്ക് കേൾക്കാം, അല്ലേ? ശരിയല്ലേ? 8:10 കഴിഞ്ഞ് വരുന്നവരെ അവർ കാര്യമില്ല. ഓക്കെ, അപ്പൊ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യാം. അപ്പോ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ കണ്ടന്റുകളും കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് നമ്മൾ കോർണറിലേക്ക് പോകുന്നു. iPhone 9 സന്തോഷാണോ? iPhone 9 യെസ്, അതെ 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 സർ, അതെ സർ. സാറല്ല കല്യാൺ. ജോസ്റ്റിൻ കയറിയിട്ടുണ്ടോ? സന്തോഷ് ക്വസ്റ്റ്യൻ കേൾക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് എന്റെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഹലോ രശ്മി. ഓക്കെ, ഹലോ നിതിൻ. ഹലോ ഷമൻ. ഖമർ സൈലന്റ് ആയിരിക്കുന്നു ഒരു ദിവസമായി. ഓക്കെ, റൈറ്റ്. ഖാസിം, ലെറ്റ് us start. ഓക്കെ, ആസ് യൂഷ്വൽ നമ്മുടെ കോഡ് ഓഫ് ഓണർ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കോഡ് ഓഫ് ഓണർ ഇയാൾ എല്ലാ പ്രാവശ്യം തന്നെയാണല്ലോ എന്ന് പലരും കരുതുന്നുണ്ടാവും. പക്ഷെ അത് വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല. കോഡ് ഓഫ് ഓണർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ as I am concerned. ഇപ്പൊ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ലീഡ് വിത്ത് പർപ്പസ് ആണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പർപ്പസ് വേണം, അല്ലെ? അല്ല, പൈസയേക്കാളും ഉപരി അതിന് മുകളിൽ എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. ഓക്കെ, ആ പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി എപ്പോഴും പറയാനുള്ള പോലെ തന്നെയാണ് മണി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബൈ പ്രോഡക്റ്റ് ഓഫ് സക്സസ് ആണ്. ഓക്കെ, മണി വന്നാൽ സക്സസ് വരുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും വരില്ല. സക്സസ് വന്നാലാണ് മണി വരിക, ശരിയല്ലേ? ഷഫീഖ്. ഓക്കെ, സോ ആ പർപ്പസിലേക്ക് ആ പർപ്പസോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തത് തിങ്ക് ഡിഫറെന്റ്. ഓക്കെ, തിങ്ക് ഡിഫറെന്റ്ലി. ഓക്കെ, നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന റിസൾട്ടുകളും അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ചാലഞ്ച് ചെയ്തുകൊണ്ട്, ഓർഡിനറി ചാലഞ്ച് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇന്നോവേഷൻ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് റിസൾട്ടും നല്ല രീതിയിലേക്കുള്ള ഇത് കൊണ്ടുവരാൻ കഴിയുക. നെക്സ്റ്റ് എന്താണ്, നമ്മൾ മാത്രം കയറിയാൽ മതിയോ? ഒരിക്കലും പോരാ. അല്ല, നമ്മൾ കൂടെ ഉള്ളവരെയും നമ്മൾ കൂടെ മുകളിലേക്ക് കൊണ്ടുവരണം. അതാണ് വളരെ പ്രധാനം. കാരണം നമ്മൾ എത്രമാത്രം അത് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വേഗം കൂടും. അതുകൊണ്ട് നിങ്ങൾ കയറുമ്പോൾ, മുകളിലേക്ക് കയറുമ്പോൾ മറ്റുള്ളവരെയും കൂടെ കൈപിടിച്ച് ഉയർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. നാലാമത്തെ എന്ന് പറയുന്നത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അന്ന് നമുക്ക് എന്താ പറയാ നമ്മുടെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും എല്ലാം തന്നെ ഒരുപാട് പരാജയങ്ങൾക്ക് അത് വഴിവെക്കും. അതുകൊണ്ട് ഇന്റഗ്രിറ്റി ഒരിക്കലും നഷ്ടപ്പെടാതെ നോക്കുക. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. നമുക്ക് ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ പോലെ വരാറുണ്ട്. ഓക്കെ, പല രീതിയിൽ തന്നെ നമ്മുടെ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആ സമയത്തെല്ലാം നമ്മളുടെ ഇന്റഗ്രിറ്റി കാത്തുരക്ഷിച്ചുകൊണ്ട്, ഇന്റഗ്രിറ്റിക്ക് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ, ആ ബ്രാൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുകൊണ്ട് എപ്പോഴും ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ചെയ്യുക, എന്താണോ ചെയ്യുന്നത് അത് മാത്രം പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവനക്കാരുടെ അടുത്ത് പോലും ഒരു ലോബിംഗ് സ്റ്റോക്ക് ആയിട്ട് മാറും. നെക്സ്റ്റ് ഈസ് കോൺട്രിബ്യൂട്ട് ബാക്ക് ടു ദ യൂണിവേഴ്സ്. നമ്മുടെ യൂണിവേഴ്സിലേക്ക് നമുക്ക് എന്തെല്ലാം ലഭിക്കുന്നുണ്ട് അതെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? യൂണിവേഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിലേക്കും നമുക്ക് തിരിച്ചു നൽകാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. 10% കഴിയില്ല എന്നുണ്ടെങ്കിലും, ഓക്കെ, 10% കഴിയില്ല എന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു 5%മെങ്കിലും എവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലേക്ക്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സൊസൈറ്റിയിലേക്ക് ഒരു 5%മെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എപ്പോഴും മനസ്സ് കാണിക്കുക. നെക്സ്റ്റ് ഈസ് ഇംപ്രൂവ്മെന്റ്. നമുക്ക് ഒറ്റയടിക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ് നടത്തണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും സാധിക്കണമെന്നില്ല. പക്ഷേ 1% വെച്ചിട്ട് നമ്മൾ ഇംപ്രൂവ്മെന്റ് ശ്രമിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാതെ പല ഇംപ്രൂവ്മെന്റ്, വളരെ വലിയ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയും.
ഇനി അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. താങ്ക് യു എന്നുള്ള വാക്ക് എത്രയും കൂടുതൽ പറയാൻ കഴിയുമോ അത്രയും പറഞ്ഞ് പഴയുക. കാരണം ആ താങ്ക് യു എന്നുള്ള വാക്കിന് വളരെ 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 വലിയ ഒരു പവർ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മളുടെ സഹപ്രവർത്തകരോടായാലും ശരി, നിങ്ങൾ പാർട്ട്ണറോടായാലും ശരി, ആരോടായാലും ശരി, താങ്ക് യു എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് പഴയുക. അത് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലും പേഴ്സണൽ ജീവിതത്തിലും വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് ഓഫ് ഓണർ. കോഡ് ഓഫ് ഓണർ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഏത് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ കോഡ് ഓഫ് ഓണർ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വിനീഷ് സേനാപതി. ഓക്കെ, നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പൊ പ്രധാനമായിട്ടും സ്ക്രീന് കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, ഓക്കെ. ഇത് നമ്മുടെ ഏറ്റവും ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന വൈ, വേർ ആൻഡ് ഹൗ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം. അതായത് നിങ്ങളുടെ വിഷനിലേക്കുള്ള ഒരു യാത്ര, ആ വിഷനിലേക്ക് പോകുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് വൈ, വേർ ആൻഡ് ഹൗ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത് കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ടൈം ലീക്ക് ഫൈൻഡർ. ടൈം ലീക്ക് ഫൈൻഡർ എന്ന് പറയുന്നത് വേറെ അല്ല, നമുക്ക് സത്യത്തിൽ ഒരു വലിയൊരു സ്റ്റഡി നടത്തിയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് 4 ദിവസം മാത്രം ബിസിനസ് നടത്തിയാൽ തന്നെ, 4 ദിവസം മാത്രം ജോലി ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ബിസിനസ്സിൽ വളരെ വലിയ വളർച്ച ഉണ്ടാകുമെന്നാണ് സ്റ്റഡി കാണിക്കുന്നത്. ആ സ്റ്റഡി കാണിക്കുന്നത് വെറും തമാശക്കുള്ള സ്റ്റഡി അല്ല, 10 പേര് 20 പേരുള്ള സ്റ്റഡി അല്ല. ഇതൊക്കെ വളരെ വലിയ രീതിയിൽ സ്റ്റഡി നടത്തിയിട്ട് ആ ടൈം സ്റ്റഡി എല്ലാം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയ ഒരു വലിയ കാര്യമാണ്. ശരിക്കും അത്രയും 6 ദിവസവും 7 ദിവസവും സമയം വേണ്ട. അവർക്ക് ചെറിയ ചിരിവുകളുണ്ട്. അപ്പൊ രാത്രി 3:30 മണി വരെ പണിയെടുത്തിട്ടാണ് ഉറങ്ങുന്നത്. ഓക്കെ, പക്ഷെ ശരിക്കും അത്രയും ആവശ്യമില്ല. വെറും ഒരു 4 ദിവസം പണിയെടുത്താൽ തന്നെ വലിയ രീതിയിൽ എത്തും എന്നുള്ളതാണ് സ്റ്റഡി പറയുന്നത്. അടുത്തത് അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് ആണ്. ഇതുവരെ കേട്ടിട്ട് IQ കേട്ടിട്ടുണ്ടാവും, EQ കേട്ടിട്ടുണ്ടാവും അല്ലെ? IQ EQ എല്ലാം കേട്ടിട്ടില്ലേ? AQ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? AQ, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി കോഷ്യനും കൂടിയാണ്. പിന്നെ അടുത്തത് നാളത്തേക്കുള്ള ഡേ 2 ഇന്റർവ്യൂ. നാളെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് KPI, ഓൺടർപ്രനേഴ്സ് KPIയും കരിയർ ഗ്രോത്ത് ലാഡർ. അതേപോലെ എംപ്ലോയീസിന്റെ അടുത്ത് നിന്നും ഏറ്റവും നല്ല കാര്യങ്ങൾ ലഭിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതേപോലെ ആസ് എ CEO, ആസ് എ MD, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതും, പിന്നെ ജെൻ വൈ ആൻഡ് ജെൻ സി ആയിട്ടുള്ള ജീവനക്കാരെ ഹാപ്പി ആയിട്ട് വെക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നാളെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ ഇന്നത്തെ ഒരു രത്ന ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, ആർ യു ഓൾ റെഡി? എല്ലാം റെഡി ആണോ? ഒന്ന് ചാറ്റിൽ ടൈപ്പ് ചെയ്ത് ആർ യു ഓൾ റെഡി? റെഡി ആണെങ്കിൽ ഒന്ന് റെഡി റെഡി. ശമന യാത്രയിലാണല്ലോ. ഓക്കെ, 10 മിനിറ്റ് കൊണ്ട് ഡെസ്റ്റിനേഷനിൽ എത്തും. വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. റെഡി. യെസ്. സാറല്ല നിതിൻ കല്യാണി, സാറല്ല. എനിക്ക് പിടിക്കാത്തൊരു വാക്ക് സാർ എന്നുള്ളതാണ്. സാർ എന്നുള്ള എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ, ലെറ്റ് us start. One minute. അതെ, ഞാനൊരു വീഡിയോ കാണിച്ചിട്ട് അതിൽ നമ്മുടെ ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ, 2 മിനിറ്റുള്ള വീഡിയോ ആണ്. ബോർ അടിക്കില്ല എന്നറിയാം. ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. റെഡി അല്ലേ? കാണുന്നുണ്ടോ? വീഡിയോ കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ.
വീഡിയോ കണ്ടോ? എല്ലാരും കണ്ടോ? വീഡിയോ കണ്ടോ? ഹലോ, കണ്ടോ? ഓക്കെ ആ, ഇത് ഓക്കെ കുറെ ദിവസമായി കാണുന്നത്. ഓക്കെ, കാണുന്നല്ലേ? ഓക്കെ, നമ്മൾ നമ്മുടേതായിട്ടുള്ള ആംഗിളിൽ തന്നെ നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയ കുട്ടിയാണല്ലേ? ചെറിയ കുട്ടിയാണ്. ഓക്കെ, അയാള് തലകുത്തി വന്നിട്ടായാലും ശരി, അവൻ അതിന് മുകളിലേക്ക് കയറി. ഇതിൽ നിന്ന് ആസ് എൻ ഓണ്ടർപ്രണർ നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്താ? ആർക്കും വേണമെങ്കിൽ മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പറയാം. നെവർ എവർ ഗീവ് അപ്പ്. ഓക്കെ, ഇതിനേക്കാളെല്ലാം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ആയിരിക്കും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചേ. ലാറ്ററൽ തിങ്കിങ് എന്നെല്ലാം പറയാം. സപ്പോർട്ട്. ഓക്കെ, വീഴ്ച ഉയരത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ട്രൈ 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 അഗെയിൻ. ഓക്കെ, വരട്ടെ, എല്ലാരും വരട്ടെ, നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് വരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അവിടെ. റിസ്ക്. ഓക്കെ, ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ്. വാവ്. ഓക്കെ, കഴിഞ്ഞോ? എല്ലാരും കഴിഞ്ഞോ? ഹലോ ഷെരീഫ്. ഓരോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ എനർജി ഇത് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ചെയ്തതിനേക്കാൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് കൂടി വരും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. നിതിൻ പ്രാക്ടീസ്. ഓക്കെ ഓക്കെ, ഇനി വേറെ ആരാ എന്ത് പറയുന്നുണ്ടോ? ഓക്കെ, ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. അതായത് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് കാണുന്നുണ്ട്, എന്ത് നോക്കുന്നുണ്ട്, എന്ത് പറയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ കുട്ടിക്ക് യാതൊരു ചിന്തയുമില്ല. ശരിയല്ലേ? എന്താ കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് മറ്റുള്ളവർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ശരിയാണെന്ന്? ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചാമത്തെ പ്രാവശ്യം ആയാലും ശരി, അവൻ വീണിട്ടും അവൻ തിരിച്ചും വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ട് അവനെ കാര്യങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഹലോ, ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഏതൊരാളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുന്ന സമയത്ത് ആ മാറ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പിശക് പറ്റിയ, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയ, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാലോ, മറ്റുള്ളവർ എന്തെങ്കിലും കരുതിയാലോ എന്നുള്ള ചിന്ത നമ്മളെ വളരെയധികം അലട്ടും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ പല മാറ്റങ്ങളും നടപ്പാക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഇതിനെ ഞാൻ എടുത്തു പറയുന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ അവസാനം പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഞാൻ അവസാനം പറഞ്ഞ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റും ഇതുമായിട്ടും വളരെ വലിയൊരു ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ പല ഇന്നോവേഷൻസ് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ പല പുതിയതായിട്ടുള്ള തന്ത്രങ്ങളും നമ്മൾ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന നമ്മൾ മാത്രമായിരിക്കും. മറ്റുള്ളവർ എന്ത് കമന്റ് പറയുമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന മറ്റുള്ള ആൾക്കാരൊന്നുമല്ല. അല്ലെ? ഇതിൽ എത്ര പേര് ബിസിനസ്സിൽ പരാജയപ്പെട്ടിട്ടുണ്ട്? പരാജയപ്പെട്ടു. ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, പരാജയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാരിൽ നിന്നും പോയിട്ട് പൈസ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ പലരും ഓടി രക്ഷപ്പെടും. ശരിയല്ലേ? ശരിയാണല്ലോ? പലരും ഓടി രക്ഷപ്പെടും. ഓക്കെ, പക്ഷെ അതേ സമയം നമ്മളിങ്ങനെ ഓരോ എഫേർട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആൾക്കാരെല്ലാം എന്താ പറയാ, 1000 നാവാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടും കുറ്റം പറയാനും എല്ലാം തന്നെ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചോറുണ്ണണമെങ്കിൽ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം. ഒരൊറ്റാളോ നമ്മൾ സഹായിക്കാനുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഏതാണ് ശരിയെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങോട് കൂടിയിട്ട് നോൺ സ്റ്റോപ്പ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ ഗോയിങ് ടു ദ മെയിൻ സെക്ഷൻ നൗ. അപ്പോ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ഇത് എല്ലാവർക്കും മറുപടി പറയേണ്ട ചോദ്യമാണ്. വൈ ആർ യു ഡൂയിങ് ബിസിനസ്? നിങ്ങൾ എന്തിനാ ബിസിനസ്? നമ്മുടെ ഇന്നസെന്റ് മറ്റേ ജഗദീഷിനോട് ചോദിക്കുന്ന പോലെയല്ല, നീ എന്തിനാ പഠിച്ചെന്നുള്ള പോലെയല്ല. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? വൈ ആർ യു ഡൂയിങ് ബിസിനസ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, മണി ഈസ് എ ബൈ പ്രോഡക്റ്റ്.
പ്രോഫിറ്റ് ഈസ് ഓക്കെ, മണി ഈസ് എ ബൈ പ്രോഡക്റ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അതിനേക്കാളും വലുതായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു പർപ്പസ് കണ്ടെത്തുന്നവരിക്കും നിങ്ങൾ ഒരു സാധാരണ ബിസിനസ്സുകാരനായിരിക്കും. നിങ്ങൾ എന്താണോ പർപ്പസ് കണ്ടെത്തുന്നത്, ആ പർപ്പസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു മടുപ്പും ഉണ്ടാവില്ല, യാതൊരു വിധമായ ഇതും ഉണ്ടാവില്ല. ഐ വാണ്ട് എ ഗുഡ് ടീം വിത്ത് us. ഓക്കെ, എന്തിനാ ചെയ്യുന്നത്? കമറ പറഞ്ഞു ഒരു നല്ല ടീമാണ്. പക്ഷെ എന്നാലും എന്തിനു വേണ്ടിയാണ് കമറ ബിസിനസ് ചെയ്യുന്നത്? പൈസ ഉണ്ടാക്കാനാണെങ്കിൽ, പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ പൈസ വരും, ശരിയല്ലേ? പൈസ എഗൈൻ ഞാൻ പറയുന്നു, പൈസ, മണി ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് സക്സസ്. ഓക്കെ, പാഷൻ കൊണ്ട് ബിസിനസ്, ടീമും സർവീസും കൊടുക്കാൻ പറ്റണത് നോക്കണം. സർവീസും കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? മറ്റുള്ളവർക്ക് നൽകാൻ പറ്റാത്ത പ്രത്യേകിച്ച് സർവീസുകളും അവര് റോ ഫാക്ടറിന് വേണ്ടിയിട്ടാണ് കമറ നടത്തുന്നത്, ശരിയല്ലേ? ഓക്കെ, വേറെ ആരാ പറയാൻ പോകുന്നത്? ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് പറഞ്ഞു. എന്തിനാണ് പർപ്പസ്? ബിക്കോസ് നമ്മുടെ വിഷൻ ആയാലും ശരി, മിഷൻ ആയാലും ശരി, ഇതിലെല്ലാം തന്നെ പർപ്പസ് വളരെ വളരെ പ്രധാനമാണ്. ഓക്കെ, സോ എന്തിനാ ചെയ്യുന്നത്? ഷഫീഖ്, എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? പറയാം, ആർക്ക് വേണമെങ്കിൽ പറയാം, പറഞ്ഞോ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നില്ലല്ലോ. MDMA ഒരു 2 പ്രാവശ്യം കടത്തിയാൽ മതി, പൈസ ഉണ്ടാക്കാൻ പറ്റും, ശരിയല്ലേ? നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, അല്ലെ? ഇപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ ബിസിനസ് ചെയ്യുന്നത്? ആരായാലും പറയാം, പറഞ്ഞോളൂ. ഇല്ല, ആരും പറയുന്നില്ല. Help select right solution for water related problems of customer to become a successful entrepreneur. Okay, okay, വരട്ടെ. സോ അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അടുത്തയിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അടുത്തേക്ക് പോവാണ്. നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞാലെങ്കിലും ഒന്ന് കാര്യമായിട്ട് തന്നെ ആലോചിക്കും, എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കുന്നത്, റിയൽ പർപ്പസ് മനസ്സിലാക്കുന്നത്, അന്നാണ് നിങ്ങളുടെ വിജയം തുടങ്ങുക, അന്നാണ് നിങ്ങൾ ശരിക്കും വിജയം തുടങ്ങുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വൈ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് കഴിയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത്, ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, എവിടെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹൂ ഈസ് യുവർ കസ്റ്റമർ? നിങ്ങളുടെ കറക്റ്റായി നാളെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. എന്നാലും ആരാണ് നിങ്ങളുടെ ശരിക്കുള്ള കസ്റ്റമർ? വളരെ കൃത്യമായിട്ടും പിൻ പോയിന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ഹൂ ഈസ് യുവർ ടാർഗറ്റ് ഓഡിയൻസ്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്? ഹലോ, ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ പറഞ്ഞോളൂ. ആരാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക? ആരാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം ഓണ്ടർപ്രണേഴ്സ് ആണ് എന്റെ ടാർഗറ്റ് ഓഡിയൻസ്. ഓക്കെ, എന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 25 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരാണ്. ഇതേപോലെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? യെസ്, കല്യാൺജി നമസ്കാരം. ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ആൻഡ് എബോവ് ആണ്. വാട്ടർ റിലേറ്റഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ്. വെരി ഗുഡ്. വാട്ടർ റിലേറ്റഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലേ? വിജയകുമാർ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്റേത് പറയട്ടെ. ആരായിരുന്നു? എന്റേത് ലോകത്തെ എവിടെയുമുള്ള ഇമ്പോർട്ടർ എക്സ്പോർട്ടർ, സീ ഫുഡിന്റെ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കാറ്റഗറിയിലുള്ള ആൾക്കാരെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർമാര്, ഹോൾസെയിലേഴ്സ്, പ്രായം ഒരു 25-ന് മുകളിലേക്കുള്ളവര്. ലോകത്ത് എവിടെയുമുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, ആ സീ ഫുഡിൽ തന്നെ എന്തെങ്കിലും ഒരു, ഇപ്പൊ ദിലീപ് ആണെങ്കിൽ ഇന്ന ഐറ്റം ആണെങ്കിൽ, എന്താ പറയാ,
ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഐറ്റം ആണെങ്കിൽ അത് ദിലീപിനോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ള രീതിയിൽ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടോ? ഫ്രോസൺ സീ ഫുഡ് ആണ്. ഫ്രോസൺ സീ ഫുഡ് ആണ്. ഫ്രോസൺ സീ ഫുഡ് ആണ്. ഓക്കെ, അതെ ഫ്രോസൺ സീ ഫുഡ് ആണ് ലോകത്തിന്റെ ഏത് ഭാഗത്തും അല്ലെ? അതെ അതെ. ഓക്കെ, കഴിയുമെങ്കിൽ ഒന്നുകൂടി ഒന്ന് താഴത്തേക്ക് ആ ഫണൽ ഒന്നുകൂടി ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാം ഒന്ന് അല്ലാണ്ട് ഒത്തിരി വലിയൊരു ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് തന്നെ ഉണ്ട് അതിനകത്ത്. അത് ഓക്കെ ഏറെക്കുറെ എല്ലാം വരും, അതുകൊണ്ടാണ്. ഓക്കെ, ഫൈൻ ഫൈൻ. ബാക്കിയുള്ളവർക്ക് പറയാമോ? ആരാണ് നമ്മള് ആ പേര് പറഞ്ഞിട്ടൊന്ന് പറയണേ. ഒരു 30 വയസ്സ് രമേശ് പറയും. നമ്മള് പറഞ്ഞോളൂ. ഫാർമേഴ്സ് ആണ്. ഒരു 30 to 60 ഇയേഴ്സിനുള്ളിലുള്ള ഫാർമേഴ്സ് ആണ് നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമർ. ഓക്കെ, ആ ഫാർമേഴ്സിൽ ഏതെങ്കിലും പ്രത്യേകതയുണ്ടോ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ഒക്കെ? അതായത് പണക്കാരായിട്ടുള്ള ഫാർമേഴ്സ് ആണോ, പാവപ്പെട്ടവരായിട്ടുള്ള ഫാർമേഴ്സ് ആണോ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇല്ല, എല്ലാ വിധത്തിലുള്ള ഫാർമേഴ്സിനും ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ ചോദിച്ചു വരുന്നത് വേറൊന്നുമല്ല, എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കഥയുണ്ട്. അതായത് ഒരു ഡോക്ടർ ഉണ്ട്. കഥ ഇഷ്ടമാണോ? കഥ പറഞ്ഞോട്ടെ. ഓക്കെ, ഒരു ഡോക്ടർ ഉണ്ട്. ഓക്കെ, ആ ഡോക്ടർ വന്നിട്ട് നേരത്തെ ഷഫീഖ് കേട്ട കഥയാണ്. ഓക്കെ, ആ ഡോക്ടർ ഓക്കെ ചാർജ് ചെയ്യുന്ന ഒരു ക്ലയന്റിന്റെ അടുത്തുനിന്ന് ഒരു പേഷ്യന്റിന്റെ അടുത്തുനിന്ന് 1000 രൂപയാണ് അദ്ദേഹം ചാർജ് ചെയ്യുന്നത്. ഓക്കെ, 1000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പോ വേറൊരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം ചാർജ് ചെയ്യുന്നത് വെറും 100 രൂപയാണ്. ജനറൽ സർജൻ ആണ്. അപ്പോ ഈ ജനറൽ സർജൻ ചാർജ് ചെയ്യുന്ന വെറും 100 രൂപ മാത്രമാണ്. ഓക്കെ, പക്ഷെ ആ സ്പെഷ്യലിസ്റ്റ് ചാർജ് ചെയ്യുന്ന എത്രയാണ്? 1000 രൂപയാണ്. ഓക്കെ, പക്ഷെ എപ്പോഴും തിരക്ക് നോക്കുകയാണെങ്കിൽ ജനറൽ സർജന്റെ അടുത്തായിരിക്കുമോ തിരക്ക്, സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തായിരിക്കുമോ തിരക്ക്? ജനറൽ സർജന്റെ അടുത്ത്. ജനറൽ സർജന്റെ അടുത്താണോ തിരക്ക്? അല്ല, സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തായിരിക്കും തിരക്ക്. കാരണം ജനറൽ സർജന്മാരെ ഇഷ്ടം പോലെ ഉണ്ട്, ശരിയല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ സ്പെഷ്യലിസ്റ്റുകളെ കിട്ടാനാണ് എപ്പോഴും ബുദ്ധിമുട്ട്. എന്ന് മാത്രമല്ല, ജനറൽ സർജൻ വന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇതിന്റെ അത് തീർക്കാൻ പറ്റുമെങ്കിൽ അയാൾ നേരെ ഇതിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തേക്കാണ് പറഞ്ഞേക്കുക. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഒരു വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ഓഡിയൻസിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വളരെ പിൻ പോയിന്റ് ആയിട്ടുള്ള ഓഡിയൻസ് കൊണ്ട് ആ ലോകത്തിൽ 10 പേരെ ഉള്ളൂ എന്ന് വെച്ചാൽ അത് കാര്യമില്ല. പക്ഷേ നമുക്ക് പിൻ പോയിന്റ് ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസ് ഒരു നല്ല സൈസുമാണ്. അവരുടെ ഇടയിൽ നിങ്ങൾ നല്ല രീതിയിൽ അറിയപ്പെടുകയാണെങ്കിൽ ഇത് സർട്ടൻ പീരീഡ് ഓഫ് ടൈമിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എല്ലാവരും നിങ്ങളുടെ അടുത്തല്ലേ വരികയുള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണത്തിന് പറയുമ്പോൾ ഷഫീഖിന്റെ എടുക്കുകയാണ്. ചിലപ്പോ മൊബൈൽ ചാർജേഴ്സ് അതേമാതിരി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ്. എന്തൊക്കെയാണ് ഷഫീഖ് നമ്മൾ പ്രോഡക്റ്റ് എന്തൊക്കെയാണ്? നമ്മളുടെ പ്രൊഡക്റ്റ് മൊബൈലിന്റെ ചാർജർ, കേബിൾസ്, പിന്നെ പവർ ബാങ്ക്, ഇത്രയാണ് നമ്മള് പിന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ബ്രാൻഡിൽ പിന്നെ എല്ലാ കാറ്റഗറി സാധനങ്ങളും. അപ്പൊ അതേ സമയം തന്നെ നമ്മുടെ ഷഫീഖ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇത് തന്നെ നമ്മൾ പവർ ബാങ്ക് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മൾ ചാർജർ ആയിക്കോട്ടെ, അത് എല്ലാത്തിനും കുറച്ചൊരു പ്രീമിയം സെഗ്മെന്റിലേക്ക് മാത്രം, പ്രീമിയം സെഗ്മെന്റിലേക്ക് കാറ്റർ ചെയ്യുന്നവര് ഇതാണ്. അതിന് ആ രീതിയിലേക്ക് പൊസിഷൻ ചെയ്തുകൊണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ബേസ് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ എല്ലാവർക്കും എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ടാവോ? ഇല്ല. സ്റ്റാർട്ടിങ് സമയത്ത് നമ്മള് പിന്നെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മള് GST വാങ്ങിയിട്ടേ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ. അപ്പൊ അതോടെ തന്നെ ഒരുപാട് ലോക്കൽ കസ്റ്റമേഴ്സ് ലെവലിലുള്ള ആളുകളൊക്കെ ഒരുപാട് നമ്മളെ ഭാഗത്ത് പോയി. അപ്പൊ അതുകൊണ്ട് ചില ക്വാളിറ്റി ഉള്ള നല്ല കസ്റ്റമേഴ്സ് നമുക്ക് വന്നു. നല്ല കസ്റ്റമേഴ്സ് അവർ പ്രൈസിനേക്കാളും വാല്യൂ കൊടുക്കുന്ന ക്വാളിറ്റിക്ക് ആയിരിക്കും, ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. വെരി ഗുഡ്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമുക്ക് എന്താ പറയുക, നമുക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞപ്പോ നേരത്തെ ദിലീപ് പറഞ്ഞപ്പോ ഓൾ ഓവർ ദി വേൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അതിൽ തന്നെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റാവുന്ന
അതായത് നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ആയിരിക്കും നല്ല വിജയം സമ്മാനിക്കാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കൊറിയർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, കൊറിയർ എടുക്കുകയാണെന്ന് വെച്ചാൽ ധാരാളം കൊറിയർ സർവീസുകൾ ഉണ്ട് അല്ലെ. പക്ഷേ കൊറിയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പേര് നമ്മുടെ മനസ്സിൽ വരുന്ന ആരുടെ ആയിരിക്കും? ബ്ലൂ ഡാർട്ട് ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, ശരിയല്ലേ? അതേപോലെ തന്നെ ഇപ്പോ നമ്മുടെ വാട്ടർ ഇതിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ വിജയകുമാറും വിനീതും ഉണ്ട്. ഓക്കെ, 25 ആയിട്ടുള്ള അതേമാതിരി വാട്ടർ ആവശ്യമുള്ള ആളെല്ലാം കസ്റ്റമറാണ്. പക്ഷെ അതിൽ നിന്നും മാറിയിട്ട് കുറച്ചുകൂടി നമ്മുടെ പ്രോഡക്റ്റ് പ്രീമിയം പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെമി പ്രീമിയം എങ്ങനെയാണെങ്കിൽ ആ ആളുകളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതാണ് കസ്റ്റമർ എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അവരെ മാത്രം ആ രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ബ്രാൻഡിങ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നതിന് അതെല്ലാം ചെയ്യുകയാണെങ്കിൽ സെർട്ടൻ പോയിന്റ് ഓഫ് ടൈം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇന്ന ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും എന്നുള്ള ഇത് വരും. ശരിയല്ലേ? ഈ ബുള്ളറ്റിലെല്ലാം സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ചിലർ കണ്ടില്ല, അവര് ബുള്ളറ്റ് മാത്രമേ റിപ്പയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അവർ ഇവിടെ അടുത്ത് കൊണ്ടുവന്ന പാലക്കാട് പോലത്തെ ആളുണ്ടായിരുന്നു, കണ്ണനുണ്ട്, എന്താ പറയുക, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഇതെല്ലാം ബുള്ളറ്റുകൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചെയ്തിരിക്കുന്ന ബുള്ളറ്റിൽ മാത്രമേ അയാൾ കഴിയുള്ളൂ. അതേപോലെ ആരാണ് നിങ്ങൾ കസ്റ്റമർ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട്, ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഇനി അടുത്തത് എന്താണ് നിങ്ങൾ അടുത്ത ചോദ്യം കേട്ടോ. ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു വിഷൻ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നിങ്ങളെ നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായി വ്യത്യസ്തമാക്കുന്ന ഒരൊറ്റ കാര്യം, നിങ്ങളുടെ കോമ്പറ്റീറ്ററുമായി വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, അതൊന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ചെയ്യാൻ പറ്റുമോ? മറ്റുള്ളവരെല്ലാം ഞാൻ ബെസ്റ്റ് കസ്റ്റമർ സർവീസ് എന്നെല്ലാം പറഞ്ഞ കാര്യമില്ലേ? ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി എല്ലാവരും പറയുന്നതാണ്. അതിനേക്കാളും ഉപരി എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങളെ കസ്റ്റമറിൽ നിന്നും വേർതിരിക്കുന്ന ഒരു യുണീക്നെസ്. എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ സർവീസിൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഞാൻ എൻ്റെ ഷോപ്പിന്റെ കുറച്ചപ്പുറത്ത് ഒരു സൂക്കുണ്ട്, ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്ന് അവർ റിട്ടേൺ ചെയ്യുന്ന വർക്ക് പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സർവീസിലാണ് മെയിനായിട്ട് നമ്മൾ യൂണിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു വരുന്നത്. ഇനി സെയിലിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ആലോചനയിലാണ്. ഓക്കെ, അതിൽ തന്നെ എന്തെങ്കിലും ഒരു യുണീക്ക് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ യുണീക്നെസ് കൊണ്ടുവരാൻ യുണീക്ക് ഇപ്പൊ രണ്ട് കാര്യങ്ങളും പിന്നെ ഇപ്പൊ ഈ ഒരു മാസത്തിൽ ഞാൻ വേറെ കാര്യം പാടെ ആഡ് ചെയ്തിരിക്കണ്. അതൊന്ന് പബ്ലിസിറ്റി ചെയ്യണം. ഒന്നാമത്തത് നമ്മൾ ഐഫോണിന്റെ ഐക്ലൂഡും കാര്യങ്ങളും ഐപാഡിന്റെ ഒക്കെ ഐക്ലൂഡ് കാര്യങ്ങൾ ചെയ്യണത് അത് പൊതുവെ പുറത്ത് കുറവാണ് ചെയ്യണത്. 2, സാംസങ്ങിന്റെ ഒക്കെ പാസ്വേഡുകൾ മറന്നു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആക്കി കൊടുക്കും. അതില് നമുക്ക് ഡാറ്റ മിസ്സാവാതെ ഓപ്പൺ ആക്കി കൊടുക്കും. മൂന്നാമത് ഇപ്പൊ ചെയ്തത് നമ്മളിപ്പോ ചെയ്തിരിക്കണം. ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തത് ഞാൻ അതിന്റെ പബ്ലിസിറ്റി കൊടുക്കണം. അതിൽ വാട്സപ്പ് കാര്യങ്ങൾ ഡാറ്റ ടു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഐഫോണിൽ നിന്ന് സാംസങ്ങിൽ നിന്ന് ഐഫോണിക്കോ നമ്മളെ ഡാറ്റകൾ ഉണ്ടല്ലോ, ഏത് വാട്സപ്പിന്റെ ഡാറ്റകൾ, അത് ഇതേപോലെ അതിലേക്ക് വാട്സപ്പ് മാത്രമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അതിന്റെ നല്ല കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ കമർ പറഞ്ഞ 3 ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന സംഭവം ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങളുടെ ക്യാഷ് കമ്പനി ഏതാണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. മനസ്സിലായില്ലേ? ക്ലിയർ ആയോ? ഹലോ കുമാർ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. അതേപോലെ ആർക്കാണ് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ബാക്കിയുള്ളവർക്കും പറയാം. ചോദ്യം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതായത് ഞങ്ങളിപ്പോ കോമ്പറ്റേറ്റേഴ്സ് കുറെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഷോറൂമിൽ ഈ പ്രീമിയം ബ്രാൻഡ് നമ്മുടെ 1-2 ബ്രാൻഡുകൾ വേറെ ആരും ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ ഈ ഒരു അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ ഇന്ത്യയിലെ തന്നെ ഇത്രയും എക്സ്ക്ലൂസീവ് അല്ല ഇത്രയും ഇതുള്ള ഒരു ഷോറൂം എവിടെയില്ല. നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന മറ്റത് ആ ഒരു ഇത് നമ്മൾ യൂണിക്കിനായിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ പ്രോഡക്റ്റും അതിന്റെ ഡിസ്പ്ലേയും സർവീസും ഇത് വേറെ എവിടെയില്ല അല്ലേ? ഓക്കെ രമേഷ്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു വിഷൻ എഴുതുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ ഒരു വിഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾ വളരെ കാരണം നമ്മള് യുസ്കോണയുടെ സ്വീഡനിലുള്ള അതേ ഒരു പറഞ്ഞോളൂ പറഞ്ഞോളൂ സ്വീഡനിലെ അല്ല, അവിടുത്തെ ആ ഒരു സർവീസ് സെന്ററിന്റെ ഡിസൈനും അതുപോലെ മറ്റേ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോ വിഷൻ എഴുതുകയാണെങ്കിൽ, ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ വിഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാൻ പറ്റുമോ? നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ സ്ഥാപനത്തിന് വിഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിന് പിന്നാലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് നിങ്ങൾ എവിടെന്നെങ്കിലും കോപ്പി എടുത്തായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അന്ന് ചാറ്റ് ചെയ്തല്ലായിരിക്കാം. അതല്ലാതെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന, നിങ്ങളുടെ മനസ്സ് തട്ടി വരുന്ന, നിങ്ങളൊരു 2030 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്കും 2050 ആകുമ്പോഴേക്കും നിങ്ങൾ എന്തായിട്ട് മാറണം എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങളുടെ വിഷൻ എന്താണ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഓരോരുത്തരും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്റെ ചോദ്യം ക്ലിയർ ആണോ? ഷഫീഖ് എന്താ പറയാൻ വന്നോ? ഓക്കെ, വിഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ വിഷൻ? ഹലോ, ഷിബിൻ, ഷമൻ, ഷരീഫ്, കാസിം, രശ്മി, കിരൺ, ഇബ്രാഹിം, ഷംന, സന്തോഷ്, സതീഷ്, കുറെ പേരുണ്ട്. നിങ്ങളുടെ വിഷൻ. അലക്സ്, നിതിൻ, നസീഫ്, അബ്ബാസ്, ഇംതിയാസ്. വരട്ടെ. ലിസ്റ്റഡ് കമ്പനി. ഓക്കെ, വിഷൻ. ഓക്കെ, അത് ഓക്കെ, ലിസ്റ്റഡ് കമ്പനി. ശരി വിജയ്, എന്തിനാ ലിസ്റ്റഡ് കമ്പനി ആവുന്നത്? എന്തിനാ ലിസ്റ്റഡ് കമ്പനി ആവുന്നത്? പറയാമോ? കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഞാൻ വിവരത്തിലേക്ക് വരാം. ഓക്കെ, എന്തിനാ ലിസ്റ്റഡ് കമ്പനി ആവുന്നത് വിജയ്? ഓക്കെ, പബ്ലിക്കലി ഷെയർ വിൽക്കാൻ വേണ്ടിട്ടല്ലേ? അല്ല, വിജയകുമാറിന്റെ ആഗ്രഹം ഒരു ലിസ്റ്റഡ് കമ്പനി ആവണം എന്നുള്ളതാണ്. ഓക്കെ, അല്ല അത് എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് ലിസ്റ്റഡ് കമ്പനി ആവണം എന്നുള്ളത്. അതേപോലെ രമേശ് ആയിരിക്കുന്നു ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് സർവീസ് ടു ദ ഫാർമർ. ഓക്കെ, വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, റേസിംഗ് ക്യാപിറ്റൽ. റേസിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് ലിസ്റ്റഡ് കമ്പനിയാണ്. അതാണ് കിരൺ പറഞ്ഞത് ഉത്തരം. അതെ 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 അതെ. ഓക്കെ, എന്തിനാ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യും. വൈ ഡു യു വാണ്ട് ടു എക്സ്പാൻഡ്? ഫോർ പ്രോഫിറ്റ്സ്. പടം ഫോർ ഇൻക്രീസിംഗ് ദ പ്രോഫിറ്റ്സ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്ത പ്രോഫിറ്റ് ഒരു ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോ അതൊരു ആൻസർ കണ്ടെത്തണ്ടേ? ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇവര് BPL ഉണ്ടായിരുന്നു, അറിയില്ലേ? ഓക്കെ, BPL മൊബൈൽ BPL ടെലികോമിലുണ്ടായിരുന്നു. ഓക്കെ, അവര് 1 ലക്ഷം സെറ്റോളം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ലാൻഡ് ലൈൻ സെറ്റുകൾ 1 ലക്ഷം സെറ്റുകളോളം. ഓക്കെ, പക്ഷെ അവരുടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് 1 ലക്ഷം സെറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അവർക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് 82 കോടിയാണ്. ഓക്കെ, അതേസമയം വേറൊരു കമ്പനി ടാറ്റഫോൺ ഉണ്ടായിരുന്നു. അവര് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത് വെറും 60,000 സെറ്റുകളാണ്. അവർ പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ 110 കോടിയായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ വോള്യൂം റേസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വരുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പൊന്നുമില്ലല്ലോ. ഇല്ല. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ പ്രോഫിറ്റബിലിറ്റിക്കല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിയല്ലേ? നമ്മൾ പ്രോഫിറ്റ് ഷ്രിങ്ക് ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്താണ്? നമുക്ക് നമ്മൾ വളർച്ച മറ്റുള്ളവരെല്ലാം ഉദാഹരണത്തിന് 1000 വാട്ടർ പ്യൂരിഫയർ സപ്ലൈ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന വെറും 500 വാട്ടർ പ്യൂരിഫയർ ആണെങ്കിലും നമുക്ക് അവരെക്കാളും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ
ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പർ കൂട്ടുന്നത്? ഹലോ, യെസ് യെസ്. ഇനി ഡിസ്പ്യൂട്ട്? എന്റെ ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? വോളിയം ചെയ്യുമ്പോൾ ഇല്ല ഇല്ല. കമ്പനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ, നമ്മൾക്ക് ലാഭം ഉണ്ടാവില്ല. കമ്പനിക്കാർക്ക് ബെനിഫിറ്റ് ആണ്. ഓക്കെ, നമ്മള് അത് തന്നെ പറയുന്നത്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടിയിൽ പൈസ വേണം, ശരിയല്ലേ? പെട്ടിയിൽ പൈസ വേണം, ശരിയാണല്ലോ? പോയിന്റ്. അതെ. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് നമ്മൾ മൂന്നാമത്തെ ദിവസം തേർഡ് ഡേ കഴിയുമ്പോഴേക്കും കണ്ടുപിടുത്തലും ചോരയും എല്ലാം വരും. ഓക്കെ, പക്ഷെ നമ്മൾ അപ്പോഴത്തേക്ക് നല്ല ക്ലാരിറ്റി, തീർച്ചയായിട്ടും നല്ല ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോ ഒന്ന് നിങ്ങൾ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇത് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വിഷൻ, ഈ വിഷന്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് അത് ബേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചത് ബേസ് ചെയ്തുകൊണ്ട് നല്ലോണം തിങ്ക് ചെയ്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷൻ, നിങ്ങളുടെ വിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് നമ്മളുടെ ഗ്രൂപ്പിൽ ഇടുക. ഓക്കെ, നമ്മളുടെ എവിടെ ഇടണ്ട? ഗ്രൂപ്പിൽ ഇടുക. ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ് സർ. കേൾക്കുന്നുണ്ട്. സാറല്ല കല്യാണി. യെസ് യെസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇത് ആ ഫോർമാറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു വിഷനും കൃത്യമായിട്ട് ഇടുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുശേഷം കറക്റ്റ് ചെയ്തിട്ട് വിത്തിൻ 1 മന്ത് നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള വിഷനും മിഷനും സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ഥാപനത്തിൽ വെക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ അപ്പൊ അത് നമുക്ക് എന്താ പറയാ, അത് തീരുമാനം അല്ലേ? റെഡി അല്ലേ? എല്ലാം റെഡിയാണോ? എല്ലാം റെഡി ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ. ആർ യു റെഡി? ഞാൻ വിഷന്റെ ഇത് അയച്ചു തരാം. നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾക്ക് വിഷൻ ഇത് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, പക്ഷെ എന്താ പറയാ, ആ വിഷൻ ചിലപ്പോൾ നിങ്ങൾ നേരത്തെ വെബ്സൈറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെയ്ത വിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ വേറെ എവിടെയെങ്കിലും എടുത്തിട്ടൊന്ന് മാറ്റിയ വിഷൻ ആയിരിക്കാം. അതല്ല, നമ്മൾ മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള ഒരു വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇന്ന് നിങ്ങളൊന്ന് എഴുതും. ഞാൻ ഓരോരുത്തരുടെയും ഞാൻ നോക്കിയിട്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിൽ തന്നെ കറക്റ്റ് ചെയ്ത് തരാം. നമ്മൾ സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് അത് ആ ഒരു ഏരിയയിലും കൂടെ നമ്മൾ ക്ലാരിഫൈ കൊണ്ടുവരും. ഓക്കെ, ക്ലാരിഫൈ കൊണ്ടുവന്നിട്ട് ക്ലിയർ ആക്കും. ഓക്കെ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, അവിടെയാണ് പോയിന്റ്. Actually, now, as a business owner, our vision is to build a legendary group of brands that inspire excellence in food service and social responsibility, becoming a symbol of trust, innovation, and impact in every community we serve. Okay, very good. ഇനി കൂടുതൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നോ ഇഷ്യൂസ്. നന്നായിട്ടുണ്ട്. ഇനി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്. ഓക്കെ, നമ്മുടെ ടോപ്പിക് ആസ് എൻ ഓൺടർപ്രണർ. ഓക്കെ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഏരിയയിലാണ്? നമ്മൾ കുറച്ചുകൂടി അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. ഒരു ഓൺടർപ്രണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡെയിലി കസ്റ്റമർ ഫോളോ അപ്പ്, പേയ്മെന്റ് ഫോളോ അപ്പ്, അല്ലെങ്കിൽ സപ്ലയർ ഫോളോ അപ്പ്, അതും അല്ലെങ്കിൽ ജീവനക്കാരുമായിട്ട് അടികൂടൽ, അതിലാണോ? അല്ല, നമ്മൾ അടുത്ത ലെവലിലേക്ക് എങ്ങനെ ഗ്രോ ചെയ്യും എന്നുള്ളതിനാണോ? എന്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഹലോ, ചോദ്യം കേൾക്കുന്നുണ്ടോ? നമ്മള് സ്ട്രാറ്റജി, അതേപോലെ പ്ലാനിങ്, ഇങ്ങനെയുള്ള മേഖല. സ്ട്രാറ്റജി, പ്ലാനിങ്, അടുത്ത ലെവലിലേക്ക് എങ്ങനെ വളരാം, എങ്ങനെ പ്രോഫിറ്റ് കൂട്ടാം, അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. ശരിയാണല്ലോ? ശരിയല്ലേ? ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ് എന്ന് സത്യത്തിൽ കണ്ടെത്തണ്ടേ? ചെറുതായിട്ട് നെഞ്ചുവേദനിക്കും ഞാൻ ചോദിക്കുമ്പോ. ഇപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സ്ഥാപനത്തിലെ ബംഗാളി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മളായിരിക്കും നമ്മളുടെ സ്ഥാപനത്തിലെ ബംഗാളി. ശരിയല്ലേ? മീ. ഓക്കെ, അടുത്ത ഒപ്പനായിട്ട് പറഞ്ഞു. ഓക്കെ, ഷഫീഖിന് ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് അവിടെ. ആക്ച്വലി എന്നാലും നിറയെ പണിയെടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? കോള് വന്നു. രമേശിന്റെ അവിടെ സിസ്റ്റമാണോ? ബംഗാളി പണിയാണോ?
കുറച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. അവരെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥകളൊക്കെ വരാറുണ്ട്. രശ്മി പിന്നെ നേരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോ തന്നെ പറഞ്ഞു കല്യാൺജി ഞാനും ഹസ്ബൻഡ് ബംഗാളി പണി എടുത്തുകൊണ്ടിരിക്കുന്നത് മാറണം എന്ന് പറഞ്ഞു. ഓക്കെ, കിരൺ ബംഗാളിയാണോ അല്ല ഏതാണ്ട് ബംഗാളിയാണ്. ഏതാണ്ട് ബംഗാളിയാണോ? ഓക്കെ, ബാക്കിയുള്ളവർ ദിലീപ് കല്യാണിന്റെ സൗണ്ട് പോയി. എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. സൗണ്ട് ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങളുടെ ഓക്കെ ഇബ്രാഹിം, ഷംന, നസീഫ്, സന്തോഷ് പറയൂ, നിങ്ങൾ ബംഗാളിയാണോ ബിസിനസ് ഓണർ ആണോ? ഞാൻ എന്റെ കാര്യം ഞാൻ നേരത്തെ പോലെ തന്നെ വർക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു തന്നെയാണ് ശീലിപ്പിച്ചിരുന്നത്. ഇപ്പൊ റീസെന്റ് ഞാൻ കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം കുറച്ച് ഇത് വന്നതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒബ്സർവേഷനാണ്, ടോപ്പ് ഒബ്സർവേഷനും മറ്റു കാര്യങ്ങളും മാത്രമാണ് ഞാൻ ചെയ്യാറ്. ബാക്കി ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യം മറ്റുള്ളവർക്ക് എല്ലാം മാക്സിമം വർക്കുകൾ ഡെലിവേറ്റ് തന്നെ കൊടുത്തിരിക്കണേ. ശരിക്കും ഒരു വർക്കും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന വർക്കുകൾ നിലവിലില്ല. അത് മറ്റുള്ള ഈ പറഞ്ഞ പുതിയ പ്ലാനുകൾ, പദ്ധതികൾ, അത് മാത്രമാണ് ഞാൻ ഒന്നുകൂടി ആലോചിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. CRM അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷെ പിന്നെ മറ്റ് ഡേ ടു ഡേ വർക്ക്സ് മറ്റുള്ളവർ തന്നെയാണ് ചെയ്യുക, നമ്മുടെ അണ്ടർ ഒബ്സർവേഷൻ എന്ന നിലയ്ക്ക്. ദിലീപിന് എത്ര ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും? ഫോൺ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ മാറിയൊക്കെ നിൽക്കുമ്പോൾ ബിസിനസ്സിൽ ഞാൻ ശരിക്കും ഇൻവോൾവ് ആവാറില്ല. രാത്രി മാത്രം അല്പസമയം ഏറ്റവും സീരിയസ് ആയിട്ട് നോക്കേണ്ടത് മാത്രം റിപ്ലൈ കൊടുക്കും. ബാക്കി പോകും. ബാക്കി നോർമൽ ഇപ്പൊ ഡേയില് അങ്ങനെ പറ്റാറില്ല. കാരണം ഡേ ടു ഡേ വർക്കിൽ ഞാൻ ഇൻവോൾവ്ഡ് ആണ്, മാറി നിൽക്കാറില്ല. പക്ഷെ ഞാൻ മാറി നിൽക്കേണ്ടി വന്നാൽ എനിക്ക് പ്രോബ്ലവും ഇല്ല, അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ അവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ അധികം ഫോൺ ഉപയോഗിച്ചില്ലായിരുന്നു. അന്ന് നമ്മൾ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ 1-2 കോളുകൾക്ക് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിച്ചുള്ളായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ ഫോൺ ഒഴിവാക്കി തന്നെ ഇരുന്നു, അവിടെ ധൈര്യമായിട്ടിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പൊ ഞാനിപ്പോ ഒരു ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ 4D മിക്സ് നിങ്ങൾ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർക്ക് ഓൾറെഡി ഇത് അറിയാം. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? 4D മിക്സ് ഈ ഷീറ്റ് കാണുന്നുണ്ടോ? ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബ്ലാങ്ക് ഷീറ്റ് ഇതിന്റെ സാമ്പിൾ ഷീറ്റ് ആണ്. ഇതിന്റെ ബ്ലാങ്ക് ഷീറ്റ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ ഇത് നേരത്തെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ 4D മിക്സ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണുന്നുണ്ടോ? ഇപ്പോഴോ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ, കാണാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അതായത് ഈ 4D എന്ന് പറയുന്നത് 4D ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്ന് വന്നിട്ട് ഡൂയിങ്, രണ്ടാമത്തെ ഡിസൈഡിങ്, മൂന്നാമത്തെ ഡെലിഗേറ്റിംഗ്, നാലാമത്തെ ഡിസൈനിങ്. ഓക്കെ, ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ എവിടെയാണ് വേണ്ടത്? ഡൂയിങ്ങിലാണോ, ഡിസൈഡിങ്ങിലാണോ, ഡെലിഗേറ്റിംഗിലാണോ, ഡിസൈനിങ്ങിലാണോ? ഡിസൈനിങ്ങിലാണ്, ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെലിഗേറ്റിംഗില്, ശരിയല്ലേ? ഏറ്റവും അവസാനമാണ് എന്ത് വരേണ്ടത്? ഈ ഡൂയിങ് വരേണ്ടത്. യെസ് ഓർ യെസ്? ശരിയല്ലേ? ഇപ്പോ ഞാൻ ഈ ഷീറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ ഷീറ്റില് നിങ്ങൾ കഴിയുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് മനസ്സിരുത്തിയിട്ട് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലികൾ. ഓക്കെ, ഇതിന്റെ ഇതൊന്നും എഴുതുക. വർക്ക് ക്യാരിഡ് ഔട്ട് എന്നുള്ള അവിടെ എല്ലാം ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിടുന്നുണ്ടാവും. ഇതിന്റെ സാമ്പിൾ ഷീറ്റ് ആണ്. ഓക്കെ, ഈ ബാക്കിയുള്ള എല്ലാം ബ്ലാങ്ക് വിടുന്നുണ്ടാവും. നിങ്ങൾ കഴിയുമെങ്കിൽ രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലികൾ ഇവിടെ എഴുതുക. വർക്ക് ക്യാരിഡ് ഔട്ടിൽ എഴുതുക. കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? വർക്ക് ക്യാരിഡ് ഔട്ട് എന്നുള്ള ഏരിയയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലികൾ എഴുതുക. ഓക്കെ, എന്നിട്ട് അത് എത്ര മണി തൊട്ട് എത്ര മണി ഏകദേശം ഇട്ടോളൂ. എന്നിട്ട് ഇവിടെ ഡൂയിങ് ആണോ, ഡിസൈഡിങ് ആണോ, ഡെലിഗേറ്റിംഗ് ആണോ, ഡിസൈനിങ് ആണോ, എവിടെയാണോ അവിടെ ടിക്ക് ചെയ്യുക. ഓക്കെ, ടിക്ക് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ട്? ഓക്കെ,
ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഇത് അങ്ങനെ കംപ്ലീറ്റ് ഈ ചെയ്യുന്ന ജോലി ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഏതിലാണ് എന്നുള്ളത് ഏറ്റവും ആദ്യം മനസ്സിലാക്കണം. ശരിയാണല്ലോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓൺലി ബിസിനസ് ഡ്യൂട്ടീസ് ഓക്കെ ഏറ്റവും ബിസിനസ് ഡ്യൂട്ടീസ് മാത്രം, വീട്ടിലത്തെ കാര്യങ്ങളല്ല, പേഴ്സണൽ ഡ്യൂട്ടീസ് അല്ല, നമ്മുടെ ബിസിനസ് ഡ്യൂട്ടീസ് മാത്രം. ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് എന്തിനാ ഫിൽ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സംഭവം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഓൺടർപ്രണേഴ്സ് KPI നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ കാരണം ആസ് എൻ ഓൺടർപ്രണർ നമ്മൾ സമയം ഏറ്റവും കൂടുതൽ ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയ ഡിസൈനിങ്ങിലാണ്. അടുത്ത ലെവലിലേക്ക് എങ്ങനെ ബിസിനസിനെ കൊണ്ടുപോകണം, വേറെ എന്തെങ്കിലും കൊളാബറേഷൻ കൊണ്ടുവരാൻ പറ്റുമോ, അല്ല വേറെ എന്തെങ്കിലും പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ സമയം പോകുന്നത്. പക്ഷെ നമ്മുടെ സമയം ചിലപ്പോൾ പോകുന്നുണ്ടാന്ന് എന്തെങ്കിലും പേയ്മെന്റ് വന്നിട്ടില്ല അങ്ങോട്ട് നമ്മൾ ഫോൺ എടുത്ത് പേയ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഐറ്റം വന്നിട്ടില്ല എന്നിട്ട് സപ്ലൈ ചെയ്ത് ഐറ്റം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അതുമല്ലെങ്കിൽ ചില സമയം ചിലപ്പോൾ എന്താ പറയാ നമ്മുടെ അന്ന് അടിച്ചുവരാൻ ആൾ വന്നിട്ടില്ല, ചിലപ്പോൾ അതും പോലെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ സോ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ആദ്യം അറിയേണ്ടത് നമ്മൾ എത്ര സമയം ഇത് എത്ര സമയം നമ്മൾ ഓരോ കാര്യങ്ങൾ ഡൂയിങ്ങിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്, ഡിസൈഡിങ്ങിന് വേണ്ടി ചെലവാക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ സമയം ഒരുപാട് സമയം ഡിസൈഡിങ്ങിന് വേണ്ടി പോകുന്നുണ്ട് എന്നുണ്ട് വെച്ചോളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരുപാട് ജീവനക്കാരുണ്ട്, പക്ഷെ എന്നാലും ഡിസൈഡിങ്ങിനെല്ലാം നിങ്ങളാണ് എല്ലാ ഡിസിഷൻ എല്ലാം എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ അപ്പൊ ആ ഡിസിഷൻ മേക്കിങ്ങിൽ അവരൊന്നും തന്നെ ഇൻവോൾവ് അല്ല, അവരൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഒന്നുകിൽ അതിന്റെ അർത്ഥം എന്താണ്, നല്ല ലീഡേഴ്സിനെ നമ്മൾ എടുത്തിട്ടില്ല, അല്ലെങ്കിലോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുത്തിട്ടില്ല എന്നുള്ള ഏതെങ്കിലും ഒന്നായിരിക്കില്ലേ? ശരിയല്ലേ? ഇപ്പൊ ഒരാൾ തീരുമാനം എടുക്കുന്ന ആ തീരുമാനം ഒരു പ്രാവശ്യം ഒരു തീരുമാനം എടുത്തു, ആ തീരുമാനം തെറ്റായി പോയി കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇനി തൊട്ട് നീ ശരിയല്ല, നീ തീരുമാനത്തെ ശരിയല്ല, ഇന്ന് ഞാൻ തീരുമാനിച്ചോളാം. നമ്മൾ സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ഒരു ജോബ് ഡെലിഗേറ്റ് ചെയ്യും, അയാൾ ആദ്യം ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. അത് അയ്യോ നീ വിണ്ടത്ത് കൊടുത്താൽ ശരിയാവില്ല, ഞാൻ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഓരോ ജോലികളും നമ്മൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യും. ഓക്കെ പക്ഷേ ഇവരെല്ലാവരും തന്നെ ജോലിക്ക് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് വളരാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ശരിയല്ലേ? ഇപ്പൊ എന്റെ തന്നെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തൊരു മിസ്റ്റേക്ക്, ഞാൻ ഓൾറെഡി പല മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ വളരെ വലിയ സ്ഥാപനമാണ്, ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സ്ഥാപനത്തിന് വന്ന നഷ്ടം എന്ന് പറയുന്നത് 38 ലക്ഷം രൂപ നഷ്ടമാണ്. ഓക്കെ എന്നെ വേണമെങ്കിൽ സിഇഒന് ഇന്ന് തൊട്ട് നീ നാളെ തൊട്ട് നീ ജോലിക്ക് വരണ്ട എന്നോട്ട് എന്നോട് പുറത്താക്കാം. പക്ഷെ അതിന് പകരം അദ്ദേഹം എന്നെ വിളിച്ച് ചെയ്തത് എന്നെ വിളിച്ച് അടുത്തിരുത്തി ഇതാണ് മിസ്റ്റേക്ക് ചെയ്തത് എന്ന് കുറ്റപ്പെടുത്തലല്ലോ, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്, ഇതാണ് നീ ചെയ്ത മിസ്റ്റേക്ക്, ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ അതിനാ ഒരു കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മിസ്റ്റേക്ക് നീ ചെയ്തു, നോ പ്രോബ്ലം, ഐ അക്സെപ്റ്റ്. പക്ഷേ ഈ ഒരു മിസ്റ്റേക്ക് നീ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഓക്കെ, പക്ഷെ അല്ലെങ്കിൽ യു ക്യാരി ഓൺ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഫ്രീഡം തന്നപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തോന്നി. ഞാൻ പിന്നെ നല്ല എന്താ പറയുക എക്സ്ട്രാ റിസ്ക് എടുത്ത് പല കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ നിങ്ങൾ എത്ര പേര് അതുപോലെ ഒരു മിസ്റ്റേക്ക് വന്നാലും സഹിച്ചുകൊണ്ട് നീ ചെയ്ത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ എത്ര പേര് പറയാറുണ്ട്? ഞാൻ പറയുന്ന ചോദ്യമായിട്ട് ലിങ്ക് ആവുന്നുണ്ടോ? ഹലോ ഉത്തരം വരുന്നില്ല, ബോറടിക്കുന്നുണ്ടോ? ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്യാൻ പറയാറുണ്ട്. ഞാൻ പറയാറുണ്ട്. ഓക്കെ ബാക്കിയുള്ളവരോ? നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പ്രാവശ്യം ഒരു വർക്ക് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ഒന്നുമില്ല, നമ്മൾ തന്നെ ചെറുപ്പം തൊട്ട് എഴുന്നേറ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീണിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നടക്കാൻ ശ്രമിക്കുന്നു, വീഴുന്ന സമയത്ത് ഈ നടന്നാൽ ശരിയാവില്ല അതുകൊണ്ട് നമ്മൾ അച്ഛനമ്മ അടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ അതേപോലെ തന്നെ
നമ്മളുടെ ജീവനക്കാരെടുത്തായാലും ശരി, ഓക്കെ, നമ്മൾ ജീവനക്കാർക്ക് അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു. അതിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവും. നമ്മൾ ചാൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കാതെ കണ്ണ് കെട്ടിയിട്ട് കാട്ടിലേക്ക് വിടുന്നു. നമ്മൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിന്റെ SOP കൂടിയിട്ട്, അതിന്റെ SOP ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും, നാളെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവും. ആ SOP നമ്മൾ കൊടുത്തുകൊണ്ട് അതിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള, ഓക്കെ, ഒരുപാട് സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ, അശോക് ലേലൻഡ്, ടൊയോട്ടയിലെടുത്ത് ഒന്നുമില്ല, ഇപ്പൊ എന്റെ മോനൊരു കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെയും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിനും വീഡിയോ എടുത്ത് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ എടുത്ത്, അതാണ് അവർക്ക് എവിടെയെങ്കിലും കണ്ടിട്ട് 3 ആഴ്ചയാണ് അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം. 3 ആഴ്ച. ആ 3 ആഴ്ച ട്രെയിനിങ് പ്രോഗ്രാം ഓരോ ആഴ്ചയിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ എക്സാമും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇവർ ഏതെങ്കിലും ഒരു ദിവസം ലേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. അവിടെ സ്ഥാപനത്തിൽ ആളുകൾ ലേറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിടിച്ചിട്ട് ചീത്ത പറയണമെന്നല്ല. ഓക്കെ, ചീത്ത പറയണമെന്നല്ല, വേറെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഒരു ബൗളില്, കുറെ കാര്യങ്ങൾ ചുരുട്ടി, പേപ്പറിൽ ചുരുട്ടി, ഡാൻസ്, പാട്ട്, പുഷപ്പ്, ഓക്കെ, മിമിക്രി, അങ്ങനെ പല കാര്യങ്ങളും ചുരുട്ടിയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ലേറ്റ് ആയിട്ട് വരുന്ന ആള് അതിൽ നിന്നും എന്ത് പേപ്പറാണ് കിട്ടുന്നത് അത് എടുത്തിട്ട് അത് അയാൾ 5 മിനിറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചു ഇത് സിമ്പിൾ കാര്യമാണ്, പക്ഷെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഓരോ ജീവനക്കാരും എന്താണ് എങ്ങനെയെങ്കിലും ഓഫീസിലേക്ക് സമയത്തിലേക്ക് എത്തണം എന്നിട്ട് ഓടി വരികയാണ്. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ എന്താ, ചിലപ്പോൾ അവിടെ പോയിട്ട് ഈ പെണ്ണുങ്ങളുടെ ഡാൻസ് ഇല്ല, ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സില്ല, ആൺകുട്ടികളെടുത്ത് പെണ്ണുങ്ങളുടെ ചോളിയില്ലേ, ചോളി ഇട്ടിട്ട് ഡാൻസ് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരിക, ചിലപ്പോൾ പാട്ട് പാടേണ്ടി വരും, ചിലപ്പോൾ ഡാൻസ് കളിക്കേണ്ടി വരും, ചിലപ്പോൾ പുഷപ്പ് എടുക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും പണിഷ്മെന്റ് ആയിട്ട് അതാണ്. അങ്ങനത്തെ പനിഷ്മെന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർക്ക് എന്താ പറയാ, വെറുപ്പ് വരുന്നില്ല. ഓക്കെ, വെറുപ്പ് വരുന്നില്ല. പക്ഷെ അതേ സമയം എന്താണ്, ഒരു ഇന്നോവേറ്റീവ് കാര്യം കൂടിയാണ് ഈ തലമുറയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. മനസ്സിലാക്കുക. പക്ഷെ കുറ്റപ്പെടുത്തുന്ന വരെ ഇങ്ങനെ ഒരു രീതിയിൽ പനിഷ്മെന്റ് ആണെങ്കിൽ അതിൽ ഒരു മനസ്സിന് മുറിവേൽപ്പിക്കുകയോ, മുറിവേൽപ്പിക്കുകയോ ഇല്ല. അതെ, സിമ്പിൾ ആയിട്ടുള്ള പനിഷ്മെന്റ് ആണ്. പക്ഷെ ആ പനിഷ്മെന്റ് പേടിച്ചിട്ട് തന്നെ പലരും സമയത്തിനെത്തും. സിമ്പിൾ ആയിട്ടുള്ള പനിഷ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ അവരവർക്ക് കൃത്യമായിട്ട് ജോലി ഡിഫൈൻ ചെയ്തുകൊണ്ട്, ഓക്കെ, അവരെ ചെയ്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഡിഫൈൻ ചെയ്തുകൊണ്ട്, ഓക്കെ, നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ, നമുക്ക് ഫ്രീഡം തീർച്ചയായിട്ടും കിട്ടണം. ഏതൊരു ബിസിനസ് ഓണർ എടുക്കുകയാണെങ്കിലും ആ ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഫാമിലിയോട് കൂടിയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റണം. എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കെങ്കിലും വീട്ടിലേക്ക് പോയി സുഖമായി വൈഫിനെയും കൂട്ടി മക്കളെയും കൂട്ടി അല്ലെ അച്ഛനമ്മ ആരെയും ശരി കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ കല്യാണത്തിന് പോകണമെങ്കിൽ കല്യാണത്തിന്, റിസപ്ഷന് പോകണമെങ്കിൽ റിസപ്ഷന് പോകാൻ. ഓരോടെ റിസപ്ഷൻ പോകുന്നത് എത്ര മണിക്കാന്ന് അറിയാം? രാത്രി 10 മണിക്കൊക്കെ അവരുടെ റിസപ്ഷൻ പോകുന്നത്. ഞാനിപ്പോ ഈയിടെ ബോംബെ പോയപ്പോ കണ്ടിരുന്നു. ആ ബോംബെയിൽ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എത്ര മണിക്കാന്ന് അറിയാമോ? രാത്രി 10 മണി തൊട്ട് കാലത്ത് 12 മണി വരെ റിസപ്ഷൻ. ആലോചിച്ച് നോക്കൂ. അവർ പറയുന്നത് ഞങ്ങൾക്ക് 6 മണിക്ക് റിസപ്ഷൻ വെച്ച് ആർക്കും വരാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ റിസപ്ഷൻ ടൈം മാറ്റുന്നത് രാത്രി 10 മുതൽ 12 മണി വരെ റിസപ്ഷൻ. ഓക്കെ, അപ്പോ നമുക്ക് അങ്ങനത്തെ ഒരു ജീവിതമാണോ വേണ്ടത്? ഹലോ, ഹൗ മെനി ഓഫ് യു വാണ്ട് എ ഫ്രീഡം ഫ്രം ദാറ്റ്? ഹലോ, യെസ്, ഫ്രീഡം വേണോ? യെസ്, വേണം. ഇബ്രാഹിം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഇന്ന് അയച്ചു തരുന്ന ആ ടൈം സ്റ്റഡി 4D മിക്സ് ഒന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ആ 4D മിക്സ് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്ത ശേഷം അതിൽ ഏത് ജോലിയാണ് വേറെ ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ള അതിൽ നിന്ന് തീരുമാനിക്കാം. അതിലുള്ള ഏത് ജോലിയാണ് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീരുമാനിക്കാം. ചിലപ്പോ ഇവിടെ നമ്മൾ പലരിലും ആകെ ഒരാൾ മാത്രം, ഓക്കെ, ഓണർ മാത്രമായിട്ടുള്ള സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ ഏത് ജോലി അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുക. ചില ജോലികൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ചില ജോലികൾ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു മാസം ഒരു 10 കോടി രൂപ ടേൺ ഓവർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊരു വീഡിയോ എഡിറ്റ്, എക്സാമ്പിൾ പറഞ്ഞു, ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം.
ആ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അയാൾ വാങ്ങിക്കുന്നത് എത്രയാണ്? ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ 2000 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അയ്യോ 2000 രൂപ ഞാൻ കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ വീഡിയോ എഡിറ്റിംഗ് ഞാൻ തന്നെ ഇരുന്ന് ചെയ്യും. ഓക്കെ, ഞാൻ തന്നെ ഇരുന്ന് ചെയ്യും. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞത് ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ വേണം. അപ്പൊ ഈ സത്യത്തിൽ എന്റെ 1 മണിക്കൂറിന്റെ സമയം എത്രയായിരിക്കും? വാല്യൂ എത്രയായിരിക്കും? എന്റെ 1 മണിക്കൂറിന് വാല്യൂ തന്നെ 2000 രൂപയായിരിക്കും. അതിന് പകരം ഞാൻ ഇയാൾക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ 3 മണിക്കൂറാണ് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നത്? വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇത് സത്യത്തിൽ അത് നഷ്ടമല്ലേ? അപ്പൊ ആ കഴിയുമ്പോ അത് അപ്പൊ നമുക്കത് ലാഭത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ അത് നമ്മുടെ കോർ ഏരിയ അല്ല എന്ന് വെച്ചാൽ നമ്മൾ ആ കോർ ഏരിയയിൽ വരാത്ത ഒരു ജോലി നമ്മൾ ചെയ്യണം? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ശരിയല്ലേ? ഓക്കെ, അപ്പൊ കോർ ഏരിയയിൽ വരാത്ത ജോലികൾ നമ്മൾ ചെയ്താൽ മാത്രമേ ശരിയാവൂ എന്നുള്ള ജോലികൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ജോലികൾ എല്ലാം തന്നെ ഡെലിഗേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാവും. എനിക്ക് എത്ര പേര് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. പലരും റെസ്പോണ്ട് ചെയ്തില്ല. ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവും എല്ലാവരും. ഒന്ന് ക്യാമറ ഓൺ ചെയ്യാവോ? ക്യാമറ ഓൺ ചെയ്യൂ. ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഷാജി മേലെ ഷർട്ട് ഇടുന്നു. ഒന്ന് ക്യാമറ ഓൺ ചെയ്യൂ. ഓക്കെ, കാസിം, സന്തോഷ്, അബ്ബാസ്, അലക്സ്, ഫിറോസ്, ഇംതിയാസ്. ക്യാമറ. ഐഫോൺ ആരാ? വെറും ഐഫോൺ. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ക്യാമറ എല്ലാവരും ഓൺ ചെയ്താലും ഞാൻ മുന്നോട്ട് പോകും. ഇംതിയാസ് ആസ് യൂഷ്വൽ ബസ്സിലാണല്ലേ? ഓക്കെ, അബ്ബാസ് കയറി. ഐഫോൺ ഓക്കെ. വിനോദ് ചെയ്തോ, ഞാൻ റീനെയിം ചെയ്തോട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കല്യാൺജി വീടെത്തിയിട്ടില്ല, ഓൺ ദ വേല. ഓക്കെ, ഇനി എല്ലാവരും ഓഫ് ചെയ്തോളൂ. കുഴപ്പമില്ല. ഓക്കെ, ഇനി ഓഫ് ചെയ്തോളൂ. ഓക്കെ, ഫൈൻ. ആളുകൾ ഉണ്ടോന്നൊന്നും അറിയണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വേണം ഓഫ് ചെയ്തോളൂ. ആവശ്യമുള്ളവർ മാത്രം വെച്ചാൽ മതി. ഓക്കെ, ഓട്ടത്തില്ല. ഓക്കെ, റൈറ്റ്. ഓക്കെ, സോ ഞാൻ 4D മിക്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ 4D മിക്സ് നിങ്ങൾ ദയവ് ചെയ്ത് ഫിൽ ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ഏത് ജോലിയാണ് വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടെ തീരുമാനിക്കും. ഓക്കെ, അതാണ് പോയിന്റ് നമ്പർ 2. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇതുവരെ ഇൻട്രസ്റ്റിംഗ് ആണോ? ഇയാളെ കൊണ്ട് വലിയ ചൊറയായി വരും. യൂസ്ഫുൾ ആണോ? ഇതുവരെ സംസാരിച്ച് പ്രയോജനപ്പെടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്. താങ്ക് യു രമേശ്. താങ്ക് യു. നിത്. ഓക്കെ, ഇനി അടുത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്? ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവം, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഇന്ന് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് മാറുക എന്നുള്ളതാണ്. ശരിയല്ലേ? അതായത് ഓരോ വലിയ വലിയ ചേഞ്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന ചേഞ്ചസിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ പെരിഷായി പോകും, കാണാതായി പോകും. ശരിയല്ലേ? അപ്പോൾ ആ മാറ്റം നിങ്ങളെ സ്വാംശീകരിക്കാനും ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യാനുമുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു സെൽഫ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ഷീറ്റ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, ആ ഷീറ്റ് ഞാൻ നിങ്ങളോട് ഇപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് ശേഷം ഇത് നിങ്ങൾക്ക് കുറെ പണിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറെ പണിയുണ്ട് നാളെ വരുമ്പോഴത്തേക്കും. ആ എക്സ്പ്ലെയിൻ ചെയ്തു തരും. നിങ്ങൾ ഇതിന് ശേഷം ആ ഷീറ്റ് നല്ലവണ്ണം ആലോചിച്ച് ഫിൽ ചെയ്യുക. ആ ഷീറ്റ് നിങ്ങൾ വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല.
ആ ഷീറ്റ് ഫിൽ ചെയ്യുന്ന സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയെ എന്താ പറയുക സത്യമായി കരുതിക്കൊണ്ട് മാത്രം ഫിൽ ചെയ്യേണ്ട ഷീറ്റാണ്. ഓക്കെ, അപ്പൊ ഞാനത് ആദ്യം ഡീറ്റെയിൽ അതൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മലയാളത്തിലും കൂടി ഇത് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എന്റർപ്രണേഴ്സ് അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പറഞ്ഞില്ല, അത് എന്നെയും കൂടി കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ അത് ആൻസർ ചെയ്യേണ്ടതാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമോ അല്ലെങ്കിൽ ജനപ്രിയപ്പെട്ട ഒരു സേവനമോ വിൽപ്പനയിൽ ഇടിവ് കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഓക്കെ, അതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇംഗ്ലീഷിൽ അങ്ങനെ ഞാൻ തർജ്ജമയാണ് ചെയ്തിരിക്കുന്നത്, മലയാളം എല്ലാവരും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഞാൻ 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. ABCD എന്നുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഓരോന്നിനും ഓരോ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഓരോന്നിനും ഓരോ പോയിന്റും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചില കസ്റ്റമേഴ്സ് കൊണ്ട് ഭയങ്കര നെഗറ്റീവായിട്ട് അതിഭയങ്കരമായ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ തരും അല്ലേ? അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക? അങ്ങനെ ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കണം. വളരെ നെഗറ്റീവായിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുക? ആദ്യത്തെ ഓപ്ഷൻ നമ്പർ A, കസ്റ്റമർ അയാൾ ഭയങ്കര ടെൻഷൻ എന്തോ പറഞ്ഞാണെന്ന് വിചാരിക്കും. അത് ഒന്ന്. രണ്ടാമത്തത് നമ്മൾ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കാണിക്കില്ല, ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും എന്ന് മാത്രമല്ല നമ്മളുടെ സൈഡ് ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് അവരോട് നന്ദി പറയും. ഓക്കെ, താങ്ക് യു, നിങ്ങൾ ഫീഡ്ബാക്കിന് വളരെ നന്ദി ഓക്കെ എന്ന് പറയുകയും അവർ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിൽ നിന്നും വല്ലതും പഠിക്കാനുണ്ടോ എന്ന് നോക്കും. നാലാമത്തത് ഇത് ശരിക്കും നമുക്ക് കിട്ടിയ ഒരു മെന്ററിംഗ് പ്രോഗ്രാമായിട്ട് സൗജന്യമായിട്ട് കിട്ടിയ ഒരു കൺസൾട്ടേഷനായി കാണുകയും ഇതിന്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുകയും അതുപോലെ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് അങ്ങനെയുള്ള സ്റ്റഡിയും കൂടി ചെയ്യും. ഈ 4 കാര്യങ്ങളിൽ നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അന്ന് പഠിപ്പിക്കുക ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ അത് അടുത്ത ചോദ്യം. ഇത് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ തന്നെ ഇരുത്തി ചെയ്യിപ്പിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഇത് പേഴ്സണലായിട്ട് ചെയ്യേണ്ടത് മറ്റുള്ളവർ ബോധിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങൾ സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യത്തിന് ഉത്തരമാണ്. വളരെയധികം സയന്റിഫിക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് ഒരാളും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയാൻ കഴിയും. കാരണം ഞാൻ ഇത് ആംഗ്ലോ റിസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മെന്റർ അദ്ദേഹം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അഡാപ്റ്റബിലിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്ന അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ മികക്കായിട്ട് ചെയ്തൊരു കാര്യം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്താണ്. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങളുടെ ബിസിനസ് ഓക്കെ നമുക്ക് ഒരാഴ്ചയെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്താ പറയാ നമുക്ക് സപ്ലൈ തരേണ്ട ഒരാൾ ശരിക്കും സപ്ലൈ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കരമായിട്ട് ഒരു ക്വാളിറ്റി പ്രശ്നം വന്നു, പെട്ടെന്ന് നമ്മുടെ സെയിൽസ് എല്ലാം കുറഞ്ഞു പോയി. അങ്ങനെ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാഴ്ചയായി മാറിപ്പോയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച നിങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തായിരിക്കും? അതാണ് എത്രാമത്തെ ചോദ്യം? അടുത്ത ചോദ്യം. ഓക്കെ, അതിനും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ടോട്ടലി ഡ്രെയിൻ ആയി പണ്ടാറടങ്ങി ഇങ്ങനെ ആയിപ്പോയല്ലോ നമ്മുടെ ജീവിതം എന്നുള്ള തോന്നൽ, അത് ഒന്നാമത്തത്. രണ്ടാമത്തത് വറീഡ് ആണ്. ഓക്കെ, ആ കൂടെ വറീഡ് ആണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഇതൊന്ന് നമ്മൾ രക്ഷപ്പെട്ട് മുന്നിലേക്ക് പറയണമെന്നുള്ള നോർമൽ ആക്കി നിന്നുള്ള ഒരു പോസിറ്റിവിറ്റി അവിടെ ഉണ്ട്. മൂന്നാമത്തെ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് എന്താണ് തെറ്റ് സംഭവിച്ചത്, എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് അനലൈസ് ചെയ്യാനും ഓക്കെ അതിനെ തിരിച്ച് ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാൻ, ആ പ്ലാൻ കൊണ്ടുവരാനുള്ള ചിന്തയും ഓക്കെ അതിനുള്ള ഒരു രീതിയും കൂടെ നിങ്ങൾക്ക്
ഉണ്ടോ എന്നുള്ളത് മൂന്നാമത്തത്. നിങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്നുള്ള ചോദ്യം. ഓക്കെ. നാലാമത്തത്, ഈ പ്രശ്നം വന്നപ്പോ ആക്ച്വലി എന്താണ് സംഭവിച്ചത് വെച്ചാൽ കൂടുതൽ എനർജി. ഓക്കെ. എവിടുന്നാന്നറിയില്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു വല്ലതായപ്പോ ഭയങ്കര എനർജി വന്നു. ഓക്കെ. ഇപ്പൊ നമ്മുടെ ധോണിയെല്ലാം അറിയില്ലേ, ഇന്ത്യൻ ടീമിൽ ക്യാപ്റ്റൻ ധോണിയും അതേപോലെ തന്നെ സേവാഗെല്ലാം ഭയങ്കര പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ് സത്യത്തിൽ അവരുടെ ഒരു ഒന്നൊന്നര കളി പുറത്തേക്ക് വരിക. ശരിയല്ലോ? ഇവിടെ ഏതെങ്കിലും ധോണി ഫാൻസ് ഉണ്ടോ? MS ധോണി ഫാൻസ് ഉണ്ടോ? സേവാഗ്, MS ധോണി ഉണ്ടോ? അതാ വിജയകുമാറല്ലേ? ഓക്കെ. ഓക്കെ. അതെ. ഓക്കെ. ഇത് കണ്ടിട്ടില്ലേ? അതായത് ഇതുപോലുള്ള വളരെ വളരെ മഹത്തായിട്ടുള്ള കളിക്കാരായിക്കോട്ടെ, ഒന്നും വേണ്ട. അവിടെ റൊണാൾഡോ എടുക്കുകയാണെങ്കിൽ റൊണാൾഡോന്റെ ശരിക്കുള്ള ഗെയിം എപ്പോഴാണ് പുറത്തു വരിക കണ്ടിട്ടുണ്ടോ? അതിന് റൊണാൾഡോ ഫാൻ ഉണ്ടോ? CR7 ഫാൻ ഉണ്ടോ? ഓക്കെ. റൊണാൾഡോന്റെ ഏറ്റവും നല്ല കളി എപ്പോഴാണ് പുറത്തു വരിക ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും നല്ല കളി പുറത്തു വരുന്നത് എല്ലാ വാദങ്ങളും അടച്ചും ശരിക്കും പ്രശ്നത്തെ കുടുങ്ങി കിടക്കുന്ന ടീം കിടക്കുന്ന സമയത്തായിരിക്കും. സച്ചിൻ, ദ്രാവിഡ്, ഗാംഗുലി, അതെ, ഇവരെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ? അല്ല, എന്താ പറയാ, ആ കൂടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തളർന്നു പോകുന്ന ഒരാളാണ് എന്നാണ് ഈ ചോദ്യത്തിന് പോയിന്റ് നമ്പർ 4. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി നേരിടുമ്പോൾ നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ശ്രദ്ധ എവിടെയായിരിക്കും? ഓക്കെ. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു വലിയൊരു തിരിച്ചടി നേരിടുമ്പോൾ നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ശ്രദ്ധ എവിടെയായിരിക്കും? ഓക്കെ. ചിലപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർ അവരവരുടെ ക്യാരക്ടർ ഇതിൽ നിന്ന് നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതണേ. ഓക്കെ. ചിലരെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഉടനെ വന്നിട്ട് ആര് പറയും ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല, എന്താ പറയാ, ഉദാഹരണത്തിന് പറയാൻ. ഓക്കെ. എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ നമുക്ക് അതിനൊരു ഞാനൊന്നും ഇതിൽ കുറ്റക്കാരനല്ല എന്നുള്ള പോലെ. രണ്ടാമത്തെ എന്തായിരിക്കും എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ ഒരാളെ കണ്ടു മാർക്കറ്റിംഗ് മാനേജർ അയാൾ തീരെ ശരിയില്ലാത്തതുകൊണ്ടാണ്. അല്ലാതെ എന്റെ കമ്പനീന്റെ എന്റെ പ്രോഡക്റ്റിന്റെ മിസ്റ്റേക്ക് ഒന്നും കുറ്റമുള്ള ആരുടെ മേലെയാണ്? ഒന്നില്ല മാർക്കറ്റിംഗ് മാനേജർ മേലെ, അതുമല്ലെങ്കിൽ കുറ്റം ആരുടെ മേലെയായിരിക്കും? നമ്മുടെ കോമ്പറ്റീറ്റർ മേലെയായിരിക്കും. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഇതൊന്ന് കാര്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആ സിറ്റുവേഷൻ ഒന്ന് ആദ്യം എന്ത് ചെയ്യും, ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ടീമിനോട് കസ്റ്റമേഴ്സിനോട് പറയും ഓക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ ടൈപ്പ് ആയിരിക്കും. നാലാമത്തെ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഈ ടൈപ്പാണ് അടിപൊളി. എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം. നാലാമത്തെ ടൈപ്പ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ വല്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടൊക്കെ ഇതിലൊക്കെ പ്രശ്നം ഞാൻ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നു, ഇത് നമുക്ക് എന്ത് സൊല്യൂഷൻ എന്ന് കണ്ടെത്താം എന്നുള്ള രീതി. അതായത് ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, APJ അബ്ദുൽ കലാം വന്നിട്ട് ആദ്യത്തെ പ്രാവശ്യം റോക്കറ്റ് വിടുന്ന സമയത്ത് AK ധവാന്റെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്. റോക്കറ്റ് വിടുന്ന സമയത്ത് പണ്ടുള്ള ഭവൻ മോണില്ല നിങ്ങളില്ല, ഇന്ന് ഇന്ത്യ റോക്കറ്റ് വിടുന്നുണ്ട്, അന്ന് ആരും കടലിലേക്ക് പോയിരുന്നുണ്ട്, ധവാന്റെ താഴത്താണ്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം റോക്കറ്റ് വിടുന്ന സമയത്ത് ആ റോക്കറ്റ് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണല്ലോ, ആ റോക്കറ്റ് കടലിൽ പതിച്ചു. ഇത്രക്കാരെല്ലാവരും വന്നിട്ട് അവരെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യലും അത് ഇതെല്ലാം ആയിരുന്നു. ഓക്കെ. അബ്ദുൽ കലാമിന്റെ ആദ്യമേ വേഗത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് AK ധവാൻ കയറി വന്നു. അബ്ദുൽ കലാമിന്റെ ബോസ്, ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് AK ധവാൻ കയറി വന്നിട്ട് പറഞ്ഞു, ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഓക്കെ. ഈ റോക്കറ്റ് എവിടെ കടലിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം ഞാനാണ്, അതിന് പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, ഇവർക്ക് ആർക്കും അതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അടുത്ത പ്രാവശ്യം റോക്കറ്റ് വിടുന്ന സമയത്ത് ആ റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി ആ സമയത്തും ഇതേപോലെ എന്താണെന്നോ പത്രസമ്മേളനം നടന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് AK ധവാൻ വന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റ് ആർക്കാണ്? അബ്ദുൽ കലാമിനും കൂടെ പ്രവർത്തിച്ചെടുക്കും ആളുകൾ. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ക്ലിയർ ആവുന്നുണ്ടോ? അതായത് തെറ്റ് സംഭവിച്ചപ്പോൾ ആസ് എ ഗുഡ് ലീഡർ ധവാൻ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. പക്ഷെ അതേസമയം ഇത് നല്ല വിജയത്തിലേക്ക് പോയപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഞാനാണ്, എന്ത് കാരണമാണ് വിജയിച്ചതെന്ന് പറയാൻ നിന്നില്ല. അതിന് പകരം അദ്ദേഹം ചെയ്ത എന്താണ്? അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആ ടീമിന് കൊടുത്തുകൊണ്ട് ഞാനും എന്റെ ഭാഗമായിരുന്നു, പക്ഷെ ഇവരാണ് അതിന് വിജയത്തിലേക്ക് എത്തിച്ചതെന്നുള്ളത്.
അപ്പൊ അങ്ങനത്തെ ഒരു ലീഡറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എത്ര മാത്രം ധന്യരായിരിക്കും നിങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവര്, നിങ്ങൾ ജീവനക്കാർ, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടീമാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഈ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ബോറടിക്കുന്നുണ്ടോ? ബോറടിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് പറയേണ്ടത് പറയും. ബോറടിക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. ഓക്കെ, അടുത്തത്. ഓക്കെ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ഓക്കെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക? അതായത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ സോഫ്റ്റ്വെയർ വന്നതായിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് പുതിയ പുതിയ കഴിവുകൾ പഠിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ ടീമായിരിക്കും? നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണോ, അല്ല വേറെ വഴിയില്ലാതെ പഠിക്കുന്ന ആളാണോ, അല്ല നിങ്ങള് ഡെലിവറി ഒരു മതിയല്ല നമ്മൾ അനുഭവിക്കുന്ന ആളാണ്, അല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചെടുക്കും, ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ ആളാണ്. ആ പോയിന്റ് ആണ് നിങ്ങൾ അടുത്ത് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ആ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയാ ചെലവും വരുന്ന പ്രശ്നം. അങ്ങനത്തെ ഒരു സാമ്പത്തിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുക? ഇതാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ ഉടനെ കംപ്ലീറ്റ് എല്ലാം പോയി ടോട്ടലി ബ്ലാങ്ക് ആവുന്ന ടൈപ്പാണോ, അല്ല നിങ്ങൾ വന്നിട്ട് എന്താ പറയാ എങ്ങനെയെങ്കിലും തൽക്കാലത്തിന്റെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ചീപ്പായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരാളാണ്, വലിയ എഫക്റ്റീവ് അല്ലെങ്കിലും സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളാണോ? മൂന്നാമത്തത്, ആ സമയത്ത് നല്ലോണം ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള വഴി കൊണ്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളാണ്. നാലാമത്തത്, ഈ നേരത്തെ സച്ചിന്റെ ഗാംഗുലിന്റെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ട് ഇതിനൊരു ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? എന്താ ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻ? അതായത് ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പുതിയ തരത്തിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ആളാണ് ഈ ചോദ്യങ്ങൾ. ഓക്കെ, ഇത് ഇത്രയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കുക. എന്ന് മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും നിങ്ങൾ 1, 2 എന്താണെന്ന പോയിന്റ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനൊരു ആത്മപരിശോധന നടത്തണം. ഓക്കെ, എനിക്കവിടെ കിട്ടിയിരിക്കുന്ന 2 മാർക്കാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടതെന്നുള്ള അതാണ് അഡാപ്റ്റബിലിറ്റി ഇൻഡെക്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ഇവിടെ അടുത്തത് ഈ അഡാപ്റ്റബിലിറ്റി സ്റ്റാറ്റസിൽ എന്താണ് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ തരാണ്. വളരെ ഒരു സാമ്പിൾ ആണ് കേട്ടോ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പുതിയ എതിരാളി സ്ഥാപനം തുറക്കുന്നു. നിങ്ങൾ അടുത്ത് തന്നെ സ്ഥാപനം തുറക്കുന്നു. അവർക്ക് നിങ്ങളുടെ അതേ പ്രോഡക്റ്റ് നിങ്ങളുടെ അതേ തന്നെയാണ്. അവരുടെ ഉൽപ്പന്നം കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്, വില നിങ്ങളെക്കാളും കുറവ്. നിങ്ങളുടെ ഉപഭോക്താക്കളുടെ എണ്ണം ഒരു 25% കുറഞ്ഞു വരാൻ തുടങ്ങി. അതാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമറുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ നിങ്ങൾ ആദ്യത്തെ 72 മണിക്കൂറിൽ നിങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട 3 തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ചോദ്യം മനസ്സിലായോ? അങ്ങനത്തെ ഒരു സപ്ലയർ നിങ്ങൾക്ക് അടുത്ത് വന്നു. ഓക്കെ, നിങ്ങൾ അടുത്ത അയാൾ കടയിട്ടു അല്ലെങ്കിൽ ഫാക്ടറി തുടങ്ങി എന്തെങ്കിലും തുടങ്ങി. ഓക്കെ, നിങ്ങൾക്ക് കുറെ കസ്റ്റമേഴ്സിനെല്ലാം നഷ്ടപ്പെട്ടു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്ത 72 മണിക്കൂറിൽ എടുക്കുന്ന ഇതിന് കൗണ്ടറായിട്ട് നിങ്ങൾ എടുക്കുന്ന 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തായിരിക്കും? ഓക്കെ, അപ്പൊ ഇതും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഇരുന്ന് സംസാരിക്കുക. അതുമില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് ഇരുന്നിട്ട് ഈ കൃത്യമായിട്ട് എനിക്ക് കാണിക്കേണ്ടതല്ല, മറ്റുള്ളവർക്കും കാണിക്കേണ്ടതല്ല, അത് തന്നെ സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, സത്യസന്ധമായിട്ട് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് എവിടെയെങ്കിലും പോയിന്റുകൾ 1, 2 ആണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പോയിന്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ സ്റ്റാഫുകളുമായിട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ഈ ക്വസ്റ്റ്യർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഓക്കെ ഓരോ 10 ദിവസം 12 ദിവസം കൂടുമ്പോഴും പുതിയ ടെക്നോളജി നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാണോ കൃത്യമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് അവരായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. ഓക്കെ,
അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഒരു തവളയുടെ കാര്യമുണ്ട്. ഒരു ചൂടായിട്ടുള്ള ഒരു തവളയെ പിടിച്ച് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ചാടി വരും. ശരിയല്ലേ? പക്ഷെ അതേസമയം ഒരു സാധാരണ വെള്ളത്തിൽ തവളയെ പിടിച്ചിട്ടു, അതിൽ നമ്മൾ കുറച്ചായി ചൂടായിട്ട് വരുമ്പോ തവള അത്ര പെട്ടെന്ന് ചാടാൻ നോക്കുമോ? ഇല്ല. അങ്ങനെ ഓക്കെ ഇല്ലെങ്കിൽ ഇരിക്കും. ഇത്രയല്ലേ ചൂട്, ഇത്ര ചൂട്. കുറച്ച് കഴിയുമ്പോൾ ചൂട് നല്ലോണം നല്ല ഇതാകുന്ന സമയത്ത്, പൊള്ളുന്ന സമയത്ത് അത് ചാടാൻ ശ്രമിക്കുമ്പോൾ ചാടി രക്ഷപ്പെടാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. സോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാണോ ഏറ്റവും കൂടുതൽ വേഗം തീരുമാനങ്ങൾ എടുക്കുന്നത്, ആരാണ് ഏറ്റവും വേഗത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുന്നത്, അവരായിരിക്കും എവിടെ വിജയിക്കുന്നുണ്ടാവുക, ഇനി ബിസിനസ്സിൽ വിജയിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു ദിവസം വൈകിയാൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചിലപ്പോൾ ഒരു ദിവസം വൈകിയാൽ പോലും ചിലപ്പോൾ അത് വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ. പക്ഷെ അതേസമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായാലും ശരി, തെറ്റായാലും ശരി, നിങ്ങൾ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ മിസ്റ്റേക്ക് പറ്റിയ തീരുമാനത്തെ നമുക്ക് പെട്ടെന്ന് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ എളുപ്പമാണ്. പക്ഷെ അതേസമയം നമ്മൾ യാതൊരു വിധമായ തീരുമാനം എടുക്കാൻ നമ്മുടെ എന്താ ചില ആൾക്കാർ ഇരിക്കുന്ന പോലെ അതിന്റെ പ്രശ്നത്തിന് മേലെ അടയിരുന്ന് മുന്നോട്ട് പോകും. അതെന്ത് സംഭവിക്കും? നമ്മളെ അത് കൂടെ കൊണ്ടുപോകും. നമുക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആ അഡാപ്റ്റബിലിറ്റി കോഷ്യന്റ് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ ആത്മാർത്ഥമായി ആൻസർ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരിക. അപ്പൊ ഞാനിത് വാട്സപ്പിൽ അയച്ചു തന്നാൽ മതിയോ? വാട്സപ്പിലും ടെലിഗ്രാമിൽ അയച്ചാൽ മതിയോ? ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വാട്സപ്പിൽ അയച്ചിട്ട് പ്രിന്റ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്താൽ മതിയോ? അതെ, അതാ നല്ലത്. എന്നുവെച്ചാൽ എനിക്ക് കാണിക്കുന്നതല്ല, അവരവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് പ്രിന്റ് ഔട്ട് എടുത്തത് നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇതിന്റെ ആത്മപരിശോധന നടത്തുക. ഓക്കെ. നാളെ വരുമ്പോഴത്തേക്ക് അത് ചെയ്യേണ്ട, നാളത്തെ ക്ലാസ്സിന് മുമ്പ്, നാളത്തെ ഡേ 2 മുമ്പ് കൂടി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഞാൻ പങ്കെടുക്കുന്നവരുടെ എല്ലാം തന്നെ ഇന്ന് പങ്കെടുക്കുന്നവർക്ക് ഞാനൊരു ഒരു ഗൂഗിൾ ഫോം അയക്കുന്നുണ്ട്, ഗൂഗിൾ ഫോം തരുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ആരൊക്കെയാണോ ഫിൽ ചെയ്യുന്നത് അവരെല്ലാം വെച്ചുകൊണ്ട്, ആരൊക്കെയാണോ ഫിൽ ചെയ്യുന്നത് അവരെല്ലാം വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ നമ്മുടെ 3 ദിവസത്തെ പ്രോഗ്രാമിനും അതിനുശേഷം 2 ദിവസം, അത് ടോട്ടലി 1 വീക്കിലേക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പ് ആ ഗ്രൂപ്പ് നമ്മൾ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും, ഇന്ന് ഇതുവരെ പങ്കെടുത്തവർക്കാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റുക. ആ ഫോം ഞാനവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഫോം അവിടെ നൽകുന്നുണ്ട്. ആ ഫോം ഒന്ന് ഇത് ചെയ്യാവാം. ഒരു മിനിറ്റ് കേട്ടോ. ഫോം ഇതാണ്, ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. ബോസ് ഓണാണ്. ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കോപ്പി ചെയ്തോളൂ, ഒന്ന് ഫില്ല് ചെയ്തേ. ഇത് തന്നെയാണ് നോട്ട് പബ്ലിഷ്ഡ് പറയുന്നു. എന്തോ നോട്ട് പബ്ലിഷ്ഡ് ആണ് വരുന്നത്. നോട്ട് പബ്ലിഷ്ഡ് വരുന്നത്. ഒരു മിനിറ്റ് അയച്ചിരിക്കുന്നത് ഗൂഗിൾ ഫോം ഇപ്പൊ പബ്ലിഷ്, ഒരു മിനിറ്റ്, സോറി, പബ്ലിഷ് ചെയ്തതാണ്. ഇപ്പൊ നോക്കിയേ, ആദ്യ ലിങ്ക് ഒരിക്കൽ കൂടെ അയക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഒരിക്കൽ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫില്ല് ചെയ്തേ, എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്തേ. ഈ ഫില്ല് ചെയ്തവരെല്ലാം വെച്ചുകൊണ്ട് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് രാത്രി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് നമ്മുടെ 4 ഡേ മിക്സിന്റെ അതേപോലെ തന്നെ ഈ കോഷ്യന്റിന്റെ എല്ലാത്തിന്റെയും ഇത് അയച്ചു തരുന്നുണ്ടാവും. നാളെ അതേപോലെ തന്നെ ആ ഗ്രൂപ്പിലായിരിക്കും നമ്മളുടെ ഈ മീറ്റിംഗിന്റെ ലിങ്ക് അയക്കുന്നുണ്ടാവുക. വാട്സപ്പ് ആ ഗ്രൂപ്പിലായിരിക്കും നമ്മൾ നാളത്തെ മീറ്റിംഗിന്റെ ലിങ്ക് അയക്കുന്നുണ്ടാവുക. നാളെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ KPI എന്ന് പറഞ്ഞാൽ ഓൺടർപ്രണേഴ്സ് KPIയും അതേപോലെ ജീവനക്കാരുടെ KPI, അതേപോലെ എങ്ങനെയാണ് ജെൻ വൈ ആൻഡ് ജെൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതും ഏതൊക്കെ രീതിയാണ് പുതിയ പുതിയ ടെക്നിക്കുകൾ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഓരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, മറ്റന്നാള് ഡേ 3 എന്താ പറയാ, ഞാൻ ഒരു അടിപൊളി ടൂളുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഡേ 3യിൽ ഒരു അടിപൊളി 2 ടൂളുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ടൂളുകൾ കിട്ടിക്കഴിഞ്ഞാൽ, ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കും ബിസിനസ്സിൽ. ഒട്ടുമിക്കല്ല, 99% ബിസിനസ് പ്രശ്നങ്ങൾക്കും ആ ടൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം കിട്ടും. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അത് എഴുതണം. ഏതൊക്കെയായിരുന്നു അതും കൂടെ എഴുതണേ. അല്ലെങ്കിൽ നമ്മുടെ കൂറ കപ്പലിൽ പോയ പോലെ എന്ന് പറയും, അതുപോലെ ആവരുത്. ഫോം ഫില്ല് ചെയ്തോ എല്ലാവരും? എനിക്ക് കാണുന്നുണ്ടല്ലോ, ഓരോരുത്തർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റെസ്പോൺസേ വന്നിട്ടുള്ളൂ. അബ്ബാസ് ആയിരിക്കും അത്, അല്ലേ? മുഹമ്മദ് അലി ആയിരിക്കും. യെസ്, മുഹമ്മദ് അലി, അതെ. കണ്ടില്ല, ആരൊക്കെ ഫില്ല് ചെയ്ത് തന്നെ കാണുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. മുഹമ്മദ് അലി, ഇംതിയാസ്, ഫിറോസ്, വിജയ് കുമാർ, കമറുദ്ദീൻ, സന്തോഷ്, എയർ ബേക്കറി, ഇബ്രാഹിം. ബാക്കിയുള്ളവരും വരട്ടെ. ഈ ഫോം ഫിൽ ചെയ്തവർക്ക് മാത്രമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഷഫീഖ്, ബസ്, എല്ലാവരും വാട്സപ്പ് നമ്പർ ആണല്ലോ അല്ലെ? സന്തോഷ് പറയുന്നത് എന്താ പറയാ, ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ വിത്ത് ഡേ 1 ഒന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ തീരെ ഹാപ്പി അല്ല എന്നാണ് അർത്ഥം. അതാണോ ഉദ്ദേശിക്കണേ? സ്റ്റാർ ഒന്നും എടുക്കണാണോ ഉദ്ദേശിക്കണേ? അതെ അതെ, അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ, തോന്നി ക്ലാസ് ഒന്നാണെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. തോന്നി. ഏഹ്, ഏഹ്, ഞാനും അതാ ഉദ്ദേശിച്ച് ഞാൻ ഒന്നിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചത് 5 തെറ്റിയതാവോ, 1 2 3 ഫില്ലിംഗ് ആണോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഞാനും ആ ക്ലാസ് നാളെ അത് 5 സ്റ്റാർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തോളൂ കല്യാൺജി. നാളത്തെ കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. നിങ്ങൾ അറിയുന്നുണ്ട്, ഞാൻ ചിരിച്ചേ. എന്റെ മിസ്റ്റേക്ക് ആണ്. കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. എല്ലാവരും ഫിൽ ചെയ്ത് കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഇനി കുറെ പേര് ഫിൽ ചെയ്യാണ്ടല്ലോ. ഫോർ ഡി മിക്സ് ഞാൻ നിങ്ങൾക്കൊന്ന് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കാര്യമായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യാം, എന്നിട്ട് ടിക്ക് ചെയ്യാം. ഇപ്പൊ രശ്മി സതീഷ് ഒന്ന് കാര്യമായിട്ട് നോക്കണേ. നിങ്ങള് ബംഗാളി പണി എടുക്കരുത്. രശ്മി കേൾക്കുന്നുണ്ടോ? സന്തോഷ് സന്തോഷ് ചെയ്തല്ലോ, ഫില്ല് ചെയ്തു. രശ്മി ചെയ്തു, ദിലീപ് കുമാർ ചെയ്തു, ഓക്കെ. ഷമാൻ ചെയ്തു, ഷിബിൻ ചെയ്തു, ഇനിയും പെൻഡിങ് ഉണ്ട്. ഷാജി ചെയ്തു. എന്റെ റിക്വസ്റ്റ്, ദയവ് ചെയ്ത് ഈ 3 ദിവസം ബാക്കിയുള്ള തിരക്കുകളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് 8 മണിക്ക് തന്നെ ഒന്ന് കയറാൻ നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ 3 ദിവസത്തിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കഴിഞ്ഞില്ലേ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഇല്ലല്ലോ. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിച്ച ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്ന് നമ്മൾ സംസാരിച്ച ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയമുണ്ടോ?
ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ ഫോമും നമുക്ക് കിട്ടൂലേ? ആ ഫസ്റ്റ് പറഞ്ഞ എല്ലാം നമ്മളാ എല്ലാം ചെയ്യുന്ന ഞാൻ ഇന്ന് രാത്രി വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ഈ ഫോമുകളെല്ലാം അയച്ചു തരുന്നുണ്ടാവും. 4 4Dകള് അതേപോലെ തന്നെ. ബോർഡ് മിക്സ്, കോഷ്യന്റ് എല്ലാം കിട്ടുന്നുണ്ടാവും. ഓക്കെ. അത് പുറത്ത് കഴിയുന്ന ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രം ഉള്ളതാണ്. പുറത്ത് ആർക്കും അയച്ചു കൊടുക്കുക ചെയ്യാതിരിക്കുക. ഓക്കെ. കോഷ്യന്റിന്റെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും അറിയാലോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതെടുക്കുക, കോപ്പി ചെയ്യുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇടുക, അതിന്റെ പേസ്റ്റ് എടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഓക്കെ, ഇബ്രാഹിം ചെയ്തു. ഓക്കെ, ഗുഡ്. സോ വേറെ ആർക്കെങ്കിലും ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നാളത്തെ എനിക്ക് ഒരു സജഷൻ ഉള്ളത്, പറയോ ബസ്. അത് ബേസ്ഡ് ഓൺ ഫോക്കസ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഇങ്ങനെ എവരിഡേ ആക്ടിവിറ്റീസിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് മാറി മാറി പോകണം, ഇൻക്ലൂഡിങ് അതിനകത്ത് തന്നെ. പക്ഷെ ഇത് ചെയ്യാൻ തോന്നുക, പെട്ടെന്ന് അത് വേണ്ടാന്ന് തോന്നുക, അടുത്തത് ചെയ്യാൻ തോന്നുക, അത് വേണ്ടാന്ന് തോന്നുക, ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ച് ചെയ്തിട്ട് എവിടെ എത്താത്ത മീൻസ് പഴയടത്ത് തന്നെ വീണ്ടും വന്നിട്ട് പഴയടത്ത് തന്നെ വന്നിട്ട് എന്ത് ചെയ്യും, നീ തന്നെ മതി എന്നൊരു തീരുമാനം എടുത്ത് മൂവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ പൊതുവെ. അതിനൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വരാൻ, ഇത് മേ ബി എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഒരു വിഷയം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ ഈ വിഷയത്തിൽ പെട്ട ആളാണ് കേട്ടോ. നാളെ നമ്മൾ ആ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിഷ് ക്ലാരിറ്റി എന്നുള്ള ടോപ്പിക്. എന്ത് ക്ലാരിറ്റിയാണ്? നിഷ് ക്ലാരിറ്റി. അതെ, ഓക്കെ. അതായത് ഇപ്പൊ അബ്ബാസ് പറഞ്ഞത് ആ പ്രശ്നത്തിന് പറഞ്ഞത് നാളെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി കൂട്ടാനുള്ള മാർഗം എന്താണ് നമുക്ക് കുറച്ചും കൂടി ഒരു ചെയ്യാം. ഓക്കെ, അപ്പോ എന്താ വെച്ചാൽ നമ്മള് ഈ ഓണ്ടർപ്രണർ KPയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലരും ഒരു 100 ബിസിനസ്സുകാരുണ്ടെങ്കിൽ അതിലൊരു 20% ബിസിനസ്സുകാർ പാഷൻ മൂലം വന്നവരായിരിക്കും. ഓക്കെ, അതായത് എന്താ പറയാ, അത്രയും എന്താ പറയാ, അവർക്ക് ജന്മന അവർക്ക് ബിസിനസ് അല്ലാതെ വേറെ ഒന്നും ചിന്തിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ളത്. പിന്നെ ഒരു 40% ആളുകള് അവർ ജോലിക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് നോക്കുമ്പോൾ പലരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു, നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട്, നമുക്കും സമ്പാദിക്കണം എന്നുള്ള രീതിയിൽ വന്നവർ 40% ഉണ്ടാവും. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 30% എന്ന് പറയുന്നത് വേറെ വഴിയില്ലാതെ ബിസിനസ്സിലേക്ക് വന്ന് പെട്ടുപോയവരായിരിക്കും. ഓക്കെ, വേറെ വഴിയില്ല, നമ്മൾ വന്ന് പെട്ടുപോയി, ഇനി നമുക്ക് ബിസിനസ് നടത്തിയേ തീരും ആ രീതിയിൽ. ഓക്കെ, അപ്പൊ അവിടെ വരുമ്പോ ആ വന്ന് പെട്ടുപോയി. ചിലര് കണ്ടില്ലേ, കല്യാണം കഴിക്കുമ്പോ കല്യാണം കഴിച്ചുപോയി. കഴിച്ചിട്ട് എന്താ പറയാ, പെട്ടിട്ടില്ലെങ്കിൽ ചിലവരെന്ത് ചെയ്യും, ജീവിതകാലം മുഴുവൻ എനിക്ക് അവളെ ഇഷ്ടമല്ല, എനിക്ക് അവനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നരക ജീവിതം നയിക്കും. ചിലവരെന്താ ചെയ്യാ, കല്യാണം കഴിച്ചു, വേറെ വഴിയില്ല, ഇനിയിപ്പോ എന്താ, ഇതാണ് തീരുമാനിച്ചു, അപ്പൊ അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കും. ശരിയല്ലേ? അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ബിസിനസ്സിൽ വന്ന് പെട്ടുപോയി, അവർക്ക് വേറെ വഴിയില്ല, പക്ഷെ ആ ബിസിനസ് അവർ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവും. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനം നമ്മുടെ പാഷൻ, നമ്മുടെ നിഷ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് നാളെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. അതിന് അബ്ബാസ് ചോദിക്കുന്ന ഉത്തരം നമുക്ക് അതിലും കൂടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതേമാതിരി കമർ പറഞ്ഞത് ഫോക്കസിന്റെ കാര്യമാണ് പറഞ്ഞത്, ഏതാണ് കൺസിസ്റ്റൻസിയോ? അതെ, ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞത് കൺസിസ്റ്റൻസി അല്ല. അബ്ബാസ് പറഞ്ഞ ഓൾറെഡി നമ്മുടെ ടോപ്പിക്കിലുണ്ട്. കമർ പറഞ്ഞ കൺസിസ്റ്റൻസി പറഞ്ഞതാണ്, അതുകൂടി നമുക്ക് നാളെ പറയാം. ഓക്കെ, ഞാൻ അതിന് ചെറിയൊരു മാർഗം കണ്ടെന്നാരോ, ഈ അബ്ബാസ് മുമ്പ് പറഞ്ഞ ഒരു ഇതിന് നമ്മളെന്തെങ്കിലും ഇതേപോലെ ഞാൻ കുറെ കാലം ഇപ്പൊ ഈ കല്യാണത്തിന്റെ ക്ലാസ്സിക്ക് വരുവോളം നല്ലൊരു പ്രശ്നമായിരുന്നത്. അതിനിങ്ങനെ കുറെ സൊല്യൂഷൻ ആയിട്ട് എല്ലാതും ചിന്തിച്ച് ഓവറായിട്ടാണ് ചിന്ത. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഓവറായിട്ടാണ് ചിന്ത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കല്യാണം പറഞ്ഞില്ല, ഓരോ പാർട്ടായിട്ട് മാറ്റാൻ. അപ്പോൾ ഞാനിപ്പോൾ ബാക്കിയുള്ളതൊക്കെ വിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ ഉണ്ട് ഉള്ളിൽ, പക്ഷെ ഈ കുറച്ച് കാര്യങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്തു പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ബാക്കി ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി എല്ലാം പാടെ കുഴഞ്ഞു മറിയണ്. വെരി ഗുഡ്. ഇതിന്റെ ഞാൻ ഭാഗമായിട്ടാണ് പറഞ്ഞ ഒരു പക്ഷെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റിൽ വരുന്ന ആക്ച്വലി അതല്ല, സാറ്റിസ്ഫാക്ഷന്റെ ഒരു വിഷയമാണ്. അതായത് മനസ്സിലായി. എന്റെ വാട്ടർ പ്യൂരിഫയർ ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമർക്ക് അയക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ബോക്സ് ടാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ടാപ്പ് എടുത്ത് തുറന്നപ്പോ വേണ്ട, ശരി കെട്ടാന്ന് വിചാരിച്ചു. കെട്ടിയപ്പോ തോന്നി ചിലപ്പോ അത് ലൂസ് ആയാലും തോന്നി എന്ത് ചെയ്തു, ചാക്ക് ഇടാന്ന് വിചാരിച്ചു. ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. അപ്പൊ ഇത് മൂന്നും അതാണ് എനിക്ക് അതാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതാണ് അവസാനം ബസ്. വീണ്ടും എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. അവിടെയാണ് നിഷ് ക്ലാരിറ്റി. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ നാളെ ടോപ്പിക് കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും കവർ ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു വൈബൈ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ്സ് വെരി ഓക്കെ. ഗുഡ്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങളോട്. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ട്? എന്റെ ആദ്യത്തെ ചോദ്യം. 6-7. ഓക്കെ, അബ്ബാസ് 6-7. ബാക്കിയുള്ളവർ ഓരോരുത്തരും. സമർ എത്ര ഇപ്പൊ മണിക്കൂർ? ഇപ്പൊ ഞാൻ കൂട്ടി വരുന്നുണ്ട്. ഇപ്പൊ ടൈം കൂട്ടി, ഒരു 6-7 മണിക്കൂറൊക്കെ ആയി വരുന്നുണ്ട്. 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ? ഓക്കെ അതെ അതെ. ഓക്കെ. രശ്മി? കുറവായിരുന്നു ആദ്യം, പക്ഷെ ഇപ്പൊ ഞാൻ മാക്സിമം റെസ്റ്റ് കൂട്ടുന്നുണ്ട്. വെരി ഗുഡ്. രശ്മി? മാക്സിമം ഉറങ്ങാൻ നോക്കുന്നുണ്ട്. ഓക്കെ, രശ്മി 6 മണിക്കൂർ. ഷിബിൻ 7 മണിക്കൂർ. നാച്ചുറി ഷമന് പിന്നെ പ്രശ്നം ഉറക്കാനുള്ളത്. ഷമനോ? ഇപ്പൊ മാക്സിമം കിട്ടുന്ന സമയം ഉറങ്ങാൻ നോക്കാല. ഉറങ്ങാൻ നോക്കുന്നുണ്ട്. ഓക്കെ, വിനീഷ്? വിനീത്? ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ കിട്ടാറുണ്ട്. 6 മണിക്കൂർ 7 മണിക്കൂർ. ഓക്കെ, വെരി ഗുഡ്. രമേശ്? ഞാനൊരു 7-8 മണിക്കൂർ ഉറങ്ങും. പകലൊരു മണിക്കൂർ ഉറങ്ങും. ഭാഗ്യമാണ്. ഓക്കെ, വിജയ്? ഭക്ഷണം കഴിച്ച മേലെ പോയിട്ട്, മേലെ ഫ്ലാറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് സുഖമായിട്ട് 1 മണിക്കൂർ കിടന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും. വെരി ഗുഡ്. വിജയ? ഞാനും 6 to 7 hours. ഓക്കെ, 6 സിൻസിയസ് 5-6 മണിക്കൂർ. ഷാജി 5 മണിക്കൂർ. ഓക്കെ, വിനോദ് 5 മണിക്കൂർ അല്ലേ? ഓക്കെ ഓക്കെ, എല്ലാവരും 5 മണിക്കൂർ വളരെ കുറവാണ്. നിങ്ങൾ 5 മണിക്കൂർ വളരെ കുറവാണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത ചോദ്യം. ഡേ 1 നമ്മുടെ ഷാജി എന്ന് പറയാമെന്നോ? സാറേ ഞാനൊരു 11 മണിക്ക് കിടക്കും. ഞാൻ 3 മണിക്കൊക്കെ എണീക്കും. അതാണ് വിഷയം. ഇപ്പൊ കിടക്കുന്നത് നേരത്തെ ആക്കാൻ പറ്റുമോ? കിടക്കുന്നത് നേരത്തെ കിടക്കണം എന്ന് വിചാരിക്കും. എങ്ങനെയെങ്കിലും ഒരു ദിവസം ലേറ്റ് ആയി പോകും. ഞാൻ നോക്കുന്നുണ്ട് ഒരു 10 മണിയാക്കാൻ. ഓക്കെ, എന്താ കാരണം എന്താന്ന് വെച്ചാ നമ്മുടെ ബിസിനസ്സിൽ വളർച്ചയ്ക്കും ഉറക്കവും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. എല്ലാം സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ്. എല്ലാം ഞാൻ തമാശ പറയുന്നില്ല, സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ഉറക്കവും തമ്മിൽ വളരെ 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 വലിയ ബന്ധമുണ്ട്. ഓക്കെ, നിങ്ങൾ കഴിയുന്നത് നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ. ഇപ്പൊ ഷാജി എന്നേക്കും സമയം ബെസ്റ്റ് ടൈമാണ് 3-3:30. ഞാൻ എന്നേക്കുന്നത് 3:12 കേട്ടോ. രാവിലെ 3:12 എന്റെ സമയം. ഓക്കെ, അപ്പൊ പക്ഷെ ഞാൻ നേരത്തെ കിടക്കും. ഓക്കെ, എന്റെ അടുത്ത അലാറം ചോദ്യം. എന്റെ അലാറം 3:05 അപ്പൊ ഞാൻ 3:05 എണീക്കും. ഓക്കെ, ഷരീഫ് എത്ര മണിക്കൂർ ഉറങ്ങും? എങ്ങനെ പിന്നെ സാറേ ഞാൻ ഉറങ്ങില്ല. 3 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 3 മണിക്ക് എണീറ്റ് ബൈ 3:30 മണിക്ക് ഉറങ്ങാൻ കിടക്കും. 3:30-4 ഉറങ്ങാൻ കിടക്കും. എണീക്കുന്ന 3:30-ക്കാണ്. കിടക്കുന്നതാണോ 3:30-ക്ക്? കിടക്കുന്ന 3:30 ചിലപ്പോ 5 മണി. എഴുന്നേക്കുന്നതോ? അത് സാറേ ഞാൻ നേരത്തെ തുടങ്ങിയപ്പോ മൂപ്പർ ലേറ്റ് ആയതാ. അപ്പൊ രാത്രി കൂട്ടി മൂപ്പർ എത്തിച്ചു. ശരി, ഓക്കെ. 7 മണിക്കൂറൊക്കെ 6 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടോ? അത് മതി. ഇല്ല, കിട്ടാറില്ല. ശരി, 4-5. ഓക്കെ. എത്ര വയസ്സായി? 46. ഓക്കെ, ഇനി ഒരു 10-20 കൊല്ലെങ്കിലും ജീവിക്കണ്ടേ? ആഗ്രഹമുണ്ട് ജീവിക്കണം. ഓക്കെ, അപ്പൊ പിന്നെ തീർച്ചയായിട്ടും ഉറക്കം പ്രധാനമാണ്. നിന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കും? അതൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ എല്ലാവരോടായിട്ടുള്ള ചോദ്യമാണ്. എത്ര മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കും ഉറങ്ങുന്നതിന്? മാക്സിമം എന്റെ ടൈം 9:30. മാക്സിമം എന്റെ ടൈം 9:30. പൊതുവെ 8 മണിക്ക് കഴിച്ചാൽ പിന്നെ ഞാൻ കഴിക്കാറില്ല. എന്റെ ചോദ്യം വ്യക്തമാണ്. ഉറങ്ങുന്നതിന് 2 എത്ര മണിക്കൂർ മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കും? 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പ് വരെ. ഓക്കെ, 3 മണിക്കൂറാണെങ്കിൽ ഓക്കെ. ആരെങ്കിലും ഉറങ്ങുന്നതിന് അരമണിക്കൂർ 1 മണിക്കൂർ കഴിക്കുന്ന ആൾക്കാരുണ്ടോ?
ഉണ്ട്. രശ്മിക്ക് ഒരു ചിരി വരുന്നുണ്ടല്ലോ. സതീഷാണോ രശ്മിയാണോ? ഞാൻ അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിലേ കഴിക്കലുള്ളൂ. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനുള്ളിൽ കിടക്കും. കിടക്കാറുണ്ട് എല്ലാ ദിവസവും. വൈകി വന്നു, ചിലപ്പോ വന്നതും കുളിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു നേരെ കിടക്കുന്ന സാഹചര്യം ഉണ്ട്. ബ്രയാൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ബ്രയാൻ ജോൺസൺ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു അമേരിക്കൻ എന്താ പറയാ ഇതാണ്, ബിസിനസ്സുകാരനാണ്. ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ വന്നിട്ട് കാമത്തിന്റെ പോഡ്കാസ്റ്റിന് പതിന്ന് ഇറങ്ങിപ്പോയി. ഓക്കെ, അയാള് എത്ര ഒരുപാട് 400 കോടി 500 കോടി ടേൺ ഓവർ ചെയ്യുന്ന ബിസിനസ്സുകാരനാണ്. അയാളുടെ ജീവിതം അയാളെ മാറ്റി വെച്ചിരിക്കുന്നത് എങ്ങനെ മരിക്കാതിരിക്കാം എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എങ്ങനെ മരിക്കാതിരിക്കാം അതിന് വേണ്ടിയിട്ടാണ്. അയാളുടെ കൂടെ എപ്പോഴും 4 ഡോക്ടേഴ്സ് ഉണ്ടാവും, ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ, എങ്ങനെ മരിക്കാതിരിക്കാം എന്നുള്ളതാണ് അയാൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ പാഷനായിട്ട് അയാൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഡൽഹിയിൽ കാമത്തിന്റെ പോഡ്കാസ്റ്റിനിരുന്നു. അയാളുടെ കയ്യിൽ എപ്പോഴും മറ്റേ മെഷീൻ ഉണ്ടാവും. ഏത് ഈ മലിനീകരണം അളക്കുന്ന മെഷീൻ ഇല്ലേ, അതുണ്ടാവും. അത് വെച്ചപ്പോ അത് മലിനീകരണം അയാൾ വിചാരിച്ചതിനേക്കാളും തോത് കൂടുതലായിരുന്നു. അയാൾ പോഡ്കാസ്റ്റ് പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം പറയുന്നത് ഉറങ്ങുന്നതിന് 6 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കണം എന്നാണ്. ഉറങ്ങുന്നതിന് കുറഞ്ഞത് 6 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കണം, എന്നാൽ നമുക്ക് മരിക്കാതിരിക്കാം എന്നാണ് ആള് പറഞ്ഞിട്ടാ. പെട്ടെന്ന് മരിക്കാതിരിക്കാം. ഓക്കെ, അയാൾ ഒരിക്കലും മരിക്കാതിരിക്കാനാണ് അയാൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പറഞ്ഞെല്ലാം 32 ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ട് അയാൾ. നമുക്ക് അതൊന്നും വേണ്ട. പക്ഷെ അയാൾ പറയുന്നത് ഉറങ്ങുന്നതിന് കുറഞ്ഞത് 6 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് അതൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിച്ചിരിക്കുന്നത്. പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് പീക്കിലേക്ക് പോകുന്ന സമയത്തായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരാൻ തുടങ്ങും. ഓക്കെ, അതായത് നമ്മൾ ശരിക്കും ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പൊ പിന്നെ നല്ല ഗുണമുണ്ടാവും, ഒരു ഗുണമില്ല. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ഹെൽത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. വളരെ പ്രധാനമാണ്. ഹെൽത്തിൽ ഏറ്റവും പ്രധാന ആഹാരവും ഉറക്കവും, ഈ 2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്നതേ പറയൂ. എന്റെ 13 കിലോ ഞാൻ കുറച്ചു. അതൊക്കെ എന്റെ വെയിറ്റ് 13 കിലോ കുറച്ചിട്ടാണ് ഞാൻ വർത്താനം പറഞ്ഞത്. എന്റെ പഴയ ശമൻ എന്നെ പണ്ടും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, 13 കിലോ കുറച്ചിട്ടുണ്ട്. ഓക്കെ, ആ കുറച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ദയവ് ചെയ്ത് ഹെൽത്തും ശ്രദ്ധിക്കുക. ഓക്കെ, ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കുക, ആഹാരത്തിനും കൃത്യമായിട്ടുള്ള ആഹാരം കഴിക്കുക. ഓക്കെ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് നമ്മുടെ കൺസെപ്റ്റ് തന്നെ അൺഡിസ്പ്യൂട്ടഡ് ലീഡർഷിപ്പ്, ഫാമിലി ആൻഡ് ബിസിനസ് രണ്ടിലും അൺഡിസ്പ്യൂട്ടഡ് ലീഡർഷിപ്പ് വേണമെന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം. ഇന്നത്തെ എങ്ങനെയുണ്ട്? ആരെങ്കിലും ഫീഡ്ബാക്ക് തന്നാൽ നല്ലതായിരുന്നു. ഫോം ഫിൽ ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ യൂസ്ഫുൾ ആയിരുന്നോ? ഒന്ന് ആരെങ്കിലും ഫീഡ്ബാക്ക് തരാം. ഒന്നും വേണ്ട, ഒന്ന് വാട്സപ്പിലൂടെ ഒരു വോയിസ് അയക്കാമോ അല്ലെങ്കിൽ വീഡിയോ അയക്കാമോ? ആരാണ് വീഡിയോ അയക്കാം? ഹലോ സാറേ, ഈ മീറ്റിംഗ് ഇതടിക്കുന്നു, എക്കോ അടിക്കുന്നു. ഇപ്പൊ ക്ലിയർ ആവും? പറഞ്ഞു. ഇപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, മീറ്റിംഗ് എന്താ വെച്ചാൽ ഞങ്ങളെ എല്ലാ കോർ ടീം ഒന്നിച്ചിരുന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം ചോദിക്കുന്ന നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ 3 ദിവസം ടീമായിട്ട് തന്നെ ഇരിക്കുക. നോക്കണ്ട, മാക്സിമം ഞാൻ ഈ 3 ദിവസം ടീമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, 3 ദിവസം ടീമായിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, നാളെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, യൂസ്ഫുൾ ആണോ? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടോ? പറഞ്ഞോളൂ, രമേശ് പറഞ്ഞോളൂ. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ്. ഈ സമയം വരെ ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ സമയം വരെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് അന്ന് കറക്റ്റ് 7:50 എത്തി, ഓൺ ചെയ്ത് ഇരുന്നു. ഇത്ര നേരം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അപ്പൊ ഞാനത് എന്താ പറയുക, അപ്രിസിയേഷൻ ആയിട്ട് എടുക്കണം, റിപ്രിസിയേഷൻ ആയിട്ട് എടുക്കണം. അല്ല, ഞാൻ പറഞ്ഞത് നന്നായത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഓക്കെ, യൂസ്ഫുൾ ആയല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്.
ഓക്കെ, അപ്പൊ ഞങ്ങൾ നമുക്ക് നാളെ എവിടെയാണ് സാറേ? ഈസ്റ്റ് അവന്യൂലാണ് ഉള്ളത്. ഈസ്റ്റ് ഈസ്റ്റ് അവന്യൂ. അവന്യൂലാണോ? ഓ അത് ശരി. ഓക്കെ 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 ഓക്കെ. നമ്മുടെ പ്രോഗ്രാം നടന്ന അവിടെ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അത് സോ കഴിഞ്ഞ് അപ്പൊ 6 നമുക്ക് മണിക്കൂർ കഴിഞ്ഞ്. ഇപ്പൊ ഞാനത് എല്ലാം ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ആഡ് Okay. ചെയ്തിട്ട് നമ്മുടെ ആ ഫോർമാറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഒന്ന് കോഡ് ചെയ്ത് ഇന്ന് തന്നെ ഹോംവർക്ക് ഫില്ല് ചെയ്യാനുള്ള ഇന്ന് തന്നെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നാളെ വരുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങളൊന്ന് ഞാൻ ചോദിക്കുന്നുണ്ടാവും. ഓക്കെ, പെൻഡിങ് വെക്കരുത്. 3 ദിവസം ആകുമ്പോഴത്തേക്ക് 1 ഇയറിലേക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സമയം പോരാന്ന് പറയുന്നതല്ലാതെ ഓക്കെ എന്തായാലും കണ്ടിട്ട് പോരാന്ന് ഒരിക്കലും പറയില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് കമർ, താങ്ക് യു ഫിറോസ്, താങ്ക് യു ബസ്, താങ്ക് യു വിനീത്, താങ്ക് യു രശ്മി, താങ്ക് യു രമേശ്, താങ്ക് യു ആൾ, താങ്ക് യു കമർ. ഓക്കെ, ഷരീഫ്, ഗുഡ് നൈറ്റ്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു, താങ്ക് യു സാർ. താങ്ക് യു ശുഭരാത്രി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് ഓക്കെ, നൈറ്റ്. ഗുഡ് നൈറ്റ്.